അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ എവിടുന്നെങ്കിലും നിനക്ക് ചെറിയൊരു തടസ്സം വന്നാൽ നീ പതറരുത്. കാര്യം എന്താണ്? ഞാൻ നിന്നെ ആശീർവദിച്ച് ദൈവനാമത്തെ വിടുകയാണ്. പിന്നല്ലെങ്കിൽ നാളെ കർത്താവ് നിനക്ക് ശരിയാക്കി തരും. നീ ഒരിക്കലും നിരാശരായി പിന്തിരിയുകയും ചെയ്യരുത്. ഇത് നിനക്ക് എപ്പോഴും കർത്താവിൻ്റെ തുണയായി വരണം. എൻ്റെ കർത്താവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്. വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം. അവരിത് മാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവിക്കുന്നവരുണ്ട്. കരളുവേദനക്കാരുണ്ട്, ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്, മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, PCOD രോഗികളും, പിസ്തുല രോഗികളും, RSS രോഗികളും,
നടുവിന് വേദനയുള്ളവരും ഈശോയെ ഇടുപ്പലിന് വേദനയുള്ളവരുണ്ട്. അവരെ എല്ലാം നിൻ്റെ തിരുമുറുവാർന്ന വലതുകരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നിൽ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കഴിഞ്ഞ ദിവസം ലക്ഷ്മി എന്ന് പറഞ്ഞൊരു മോള് വലിയൊരു സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞാലേ ഈ അക്രൈസ്തവരുടെ സാക്ഷ്യങ്ങളിലെ ഉണ്ടാകുന്ന വിഷയം, അവർ വളരെ പേഴ്സണലായിട്ടാണ്, എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, ഭയങ്കര ഹൃദയം കൊണ്ടാണ് അവർ ഈ ദൈവവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. അപ്പോൾ ലക്ഷ്മി ഇവിടുന്ന് ചെന്നൈയിലെ പരീക്ഷ നേഴ്സാണ്. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ റെയിൽവേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചെയ്യും. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തേക്കാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പേഴ്സണലായിട്ടല്ല, പൊതുവായിട്ട് പബ്ലിക്കായിട്ട് എന്താ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ ഈ വിശ്വാസ പ്രയോഗം എന്നും സംഭവമുണ്ട്. വിശ്വാസ പ്രഖ്യാപനമുണ്ട്. വിശ്വാസം നമുക്ക് പ്രാർത്ഥനയാക്കാം. വിശ്വാസം കൈമാറുമ്പോൾ അത് പ്രഖ്യാപനമാണ്. വിശ്വാസം പിന്നെ പ്രയോഗമുണ്ട്. നമ്മുടെ ഈ സ്ഥൈര്യമൊക്കെ പൂശി പ്രാർത്ഥിക്കുന്നത് അത് വിശ്വാസ പ്രയോഗമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ മെരിറ്റ് പോകുമ്പോഴാണ്, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതം പോകുമ്പോഴാണ് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ഫോർമുല വർക്കൗട്ട് ചെയ്യണത്. എന്താണ്? നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും വിശ്വാസ പ്രയോഗത്തിലൂടെയുമാണ് ആ കൃപ നമ്മൾ ആർജിക്കണത്. അതാണ് ഉടമ്പടിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലമൊക്കെ നെഞ്ചത്ത് പല വിശ്വാസപ്രമാണം ചൊല്ലി പല കുറിച്ചിട്ടൊക്കെയാണ് പരീക്ഷ എഴുതുന്നത്. അപ്പം അത്രയും എല്ലാം പൂർണ്ണമായിട്ടും ദൈവമേ നീ ഇല്ലെങ്കിൽ ഞാനില്ല, എൻ്റെ പരീക്ഷയില്ല, എൻ്റെ വിജയവും ഇല്ല, അങ്ങനെ നിലപാടെടുത്തിട്ട് മൊത്തം അടിയറ വെച്ചാണ് ദൈവമായിട്ട് ജീവിക്കുന്നത്. അപ്പം പരീക്ഷ എഴുതിക്കുന്ന സമയത്ത് കമ്പ്യൂട്ടറെ അവൾ മനസ്സിൽ പറഞ്ഞു, അമ്മേ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ എനിക്കിനി എന്തുമാത്രം സമയമുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ, ഇനി എനിക്ക് ക്വസ്റ്റ്യൻ എന്തുമാത്രം കാണുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അത് വലിയ കൺഫ്യൂഷനാണേ. സമയം പരീക്ഷ എഴുതി കൊടുക്കുന്ന സമയത്ത് എന്തുമാത്രം സമയമുണ്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ 10-50 ക്വസ്റ്റ്യൻ ബാലൻസ് ആകുമ്പോൾ നമ്മൾ സമയം തീർന്നു പോകും. അപ്പോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പരീക്ഷ ഹോളിലൂടെ നമ്മുടെ കൃപാസനം മാതാവിനെ പോലെ ഒരു ഡ്രസ്സ് സിൽവർ ഗ്രേയിൽ ഇട്ടിട്ട് ആവാത്ത ഒരു ലേഡി വന്നിട്ട് ഇവരുടെ കമ്പ്യൂട്ടറെ പൊട്ടും. ഇവളോട് പറയാതെ അവരോട് സംസാരിക്കും. ഇവിടെ മനസ്സിൽ വിചാരിക്കണം മാത്രമേ ഉള്ളൂ. കൊട്ടിച്ച് പറയും, ഇതാണ് സമയം, നിനക്ക് ഇനി 20 മിനിറ്റ് കൂടിയേ ഉള്ളൂ. പിന്നെ ഒന്ന് കൊട്ടിയിട്ട് പറയും, ഇനി നിനക്ക് 100 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ടെന്ന് പറയും. എന്നിട്ട് അവർ പോകും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് പറയത്തില്ലേ. അപ്പോൾ വക്രത ഉള്ളവർ കാണത്തില്ലെന്ന് അർത്ഥം തന്നെ ഈശോ പറഞ്ഞത് ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന അർത്ഥം എന്താണ്? വക്രതയുള്ളവർ കാണത്തില്ല വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി അടിയറവ് വെക്കണം. ബുദ്ധിയിലാണല്ലോ ഈ വക്രതയും തരികിടയൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ നമ്മുടെ ബുദ്ധിയിൽ തന്നെ ആശ്രയിക്കാൻ നോക്കും. അപ്പം അതുകൊണ്ട് അവൾക്ക് അവസാനം രാത്രിയായപ്പോൾ അവൾക്ക് ദൈവം കാണിച്ചു കൊടുത്തു. എന്താണ്? 42 മാർക്ക് കൊണ്ടാണ്. അവൾക്ക് ഭയങ്കര സങ്കടമായി. സ്വപ്നത്തിലാണ് 42 മാർക്ക്. അപ്പോൾ ഈ 800 മാർക്ക് ടോട്ടൽ, അതിൻ്റെ 42 കിട്ടിയാൽ തോക്കുമെന്ന് ഉറപ്പല്ലേ.
എന്നുവെച്ചാൽ അവളൊന്നും എഴുതിയിട്ടില്ലാണ് പ്രശ്നം. ഇതെല്ലാം കണ്ണടച്ച് കുത്തിയ പരിപാടിയാണ്. കറുപ്പിക്കണതൊക്കെ അല്ലേ പരിപാടി. അതേപോലെ തന്നെ ഡോട്ട് ഒട്ടിയിട്ട് പോണതാണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് അടിച്ച് പോണതാണ്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ ഇവർക്ക് അറിയത്തില്ല. ഇവൾ വെറുതെ ചെയ്യണത്. ആ സബ്ജക്റ്റ് മനസ്സാകൂടിയില്ല അവൾക്ക്, കൺഫ്യൂഷനാണ്. പക്ഷേ എന്ത് ചെയ്യും, ദൈവത്തിൽ അവൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കണേ. അത് 42 രാത്രി കാണിക്കും സ്വപ്നത്തിൽ. അപ്പോൾ അത് ശരിയായിരുന്നു അവൾക്ക്. പക്ഷേ മാർക്ക് കൈ കിട്ടിയപ്പോൾ എന്താണ് 542 മാർക്ക്. അപ്പോൾ അവളൊക്കെ അറിയാം 500 മാർക്കിന് അവൾ എഴുതിയിട്ടെന്നറിയാം. അപ്പോൾ 500 മാർക്ക് ആരാ തന്നാണ്? ദൈവം കൃപയായിട്ട് ദാനം ചെയ്തതാണ്. 42 മാർക്കാണ് അവിടെ മെരിട്ടെന്ന് പറയണത്. ഈ വിശ്വാസ ലോകത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങൾ, മറ്റുള്ളവർക്ക് നോൺസെൻസ് ആയിട്ട് തോന്നുന്ന കുറേ സംഭവങ്ങളുണ്ട്. അവർക്ക് എന്നും അത് നോൺസെൻസ് ആയിരിക്കും, വിശ്വസിക്കുന്നവന് എന്നും അത് സെൻസ് ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തർക്കത്തിൻ്റെ അടയാളമായിട്ട് ഇതിങ്ങനെ പോകണത് ശരിക്കും. കാര്യം വിശ്വസിക്കുന്ന സമയത്ത് ഹൃദയശുദ്ധി കൊണ്ടാണ് അവൻ ദൈവത്തെ കണ്ടിരിക്കും. ദൈവത്തിലാണ് അവൻ ആശ്രയിക്കുന്നത്, പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഹൃദയശുദ്ധി ഉള്ളവർക്ക് മാത്രമേ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ദൈവത്തിനെ കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ താൻ പാതി ദൈവം പാതി എന്ന് പറയും. അത് ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് ദൈവത്തിനെ കൂടെ ജീവിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് നഷ്ടപ്പെട്ടു പോകാത്ത രീതിയിൽ ജീവിതം വിശുദ്ധിയാകാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കണം. നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ആരംഭിക്കട്ടെ. എൻ്റെ പേര് അനില സ്റ്റീഫൻ. ഞാൻ വരുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള പൂങ്കാവ് ഇടവകയിൽ നിന്നാണ്, അവർ ലേഡി ഓഫ് അസംഷൻ ചർച്ച്. 2023 ഒരു ഉടമ്പടി എടുത്ത് വളരെ ഗംഭീരമായി ഉഴപ്പിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ ഉടമ്പടി എടുത്ത് ഉഴപ്പി അത് കഴിഞ്ഞിട്ട് ഒരു ജോലി ആവശ്യത്തിനായി ദുബായിലേക്ക് വിസിറ്റ് എടുത്ത് പോവുകയുണ്ടായി. ആ സമയത്തൊന്നും ഈ ഉടമ്പടിനെക്കുറിച്ച് യാതൊരു ചിന്തയോ ഒന്നും ഇല്ലാണ്ടാണ് ഞാൻ ദുബായിക്ക് പോയത്. പക്ഷേ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് പോകുമ്പോൾ എൻ്റെ ആ ഉഴപ്പിയ ഉടമ്പടിയുടെ പ്രാർത്ഥനാ ബുക്കും ഉപ്പും എണ്ണയെല്ലാം ആയിട്ടാണ്, വിശുദ്ധ ഉപ്പും എണ്ണയായിട്ടാണ് ഞാൻ പോയത്, തൈലമായിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നു 1 മാസം ഞാൻ എൻ്റെ മെരിറ്റിൽ വിശ്വസിച്ച് എല്ലായിടത്തും അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം 9 മണി തൊട്ട് 6 മണി വരെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ജോബ് സൈറ്റുകളിലും 100-ൽ കൂടുതൽ എത്രണ്ണം ചെയ്യുന്ന എനിക്ക് തന്നെ ഓർമ്മയില്ല, അത്രയധികം ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഞാനൊരു സോഫ്റ്റ്വെയർ ടെസ്റ്ററാണ്. അവിടെ ചെന്ന് ആ ജോലി തന്നെ ചെയ്യണമെന്ന് ഒരാഗ്രഹത്തോടു കൂടെ ഞാൻ പോയത്. അവിടെ ചെന്ന് കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. ഒരു റിപ്ലൈ മെയിൽ പോലും, ഒരു കോള് പോലും, എനിക്കൊരു എൻക്വയറി കോള് പോലും വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഈ 4 വർഷം കൊണ്ട് ഈ നാട്ടിൽ നിന്ന് സമ്പാദിച്ചു കൂട്ടിയ എൻ്റെ ഡിഗ്രികളോ അല്ലെങ്കിൽ എൻ്റെ ക്വാളിഫിക്കേഷൻസോ എക്സ്പീരിയൻസോ എല്ലാം വെറുതെയാണ്. ഒരു മൈനസിൻ്റെ താഴെ വല്ലതും ഉണ്ടെങ്കിൽ അത്രയും താഴെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് യൂട്യൂബിൽ ഞാൻ വീണ്ടും സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങിയത്, ഉടമ്പടി ധ്യാനങ്ങൾ കേൾക്കാൻ തുടങ്ങിയത്. ആ ധ്യാനത്തിൽ ഇങ്ങനെ ഓരോന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാൻ തിരിച്ചു വരണം, പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ കൊണ്ടുപോയ ഉടമ്പടി ബുക്ക് എടുത്തിട്ട്, പ്രാർത്ഥന ബുക്ക് എടുത്ത് രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ തുടങ്ങി. ഒരു പക്ഷേ ഒരു പ്രാവശ്യം ഉഴപ്പിയത് കൊണ്ടും ഇനി ഞാൻ ഉഴപ്പുമോ എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടുമായിരിക്കാം അത് ഒന്നും നടന്നില്ല. എൻ്റെ വിസിറ്റ് നമുക്കറിയാം, ദുബായിലേക്കുള്ള വിസിറ്റ് വിസ എന്ന് പറയുന്നത് 2 മാസമാണ്. 2 മാസം തീരാറായി, ഒന്നും സംഭവിച്ചില്ല. ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നു, ഒരു എൻക്വയറി കോളോ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു കോള് പോലും വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇതൊന്നുമല്ല, ഞാൻ ഇനിയും കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാനുണ്ട്, എൻ്റെ പ്രാർത്ഥനകൾ ഇനിയും കൂടുതൽ മുറുക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഒരു പഴയ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഇത്രയും റിജക്ഷൻസും പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടാണ്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് പ്രാർത്ഥിച്ചിട്ടും കിട്ടുന്നില്ല, ഇട്ടിട്ട് പോകാമെന്നുള്ളൊരു വിചാരത്തിലേക്ക് വരേണ്ട ഒരാളാണ്. പക്ഷേ മാതാവ് എന്നെ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ പ്രാർത്ഥനയിൽ മുറുകെ ജീവിച്ചു. ഞാൻ മാതാവിനോട് പറഞ്ഞു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ഒരു വിസിറ്റ് എടുത്ത് വീണ്ടും പ്രാർത്ഥനയും ഇങ്ങനെ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങളോർക്കും ഓക്കെ അവൾ പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വന്നു, അപ്പോൾ ഉടനെ തന്നെ അടുത്ത ജോലി കിട്ടിയെന്ന് വിചാരിക്കും. രണ്ടാമത്തെ വിസിറ്റ് തീർന്നു, എനിക്ക് ഇങ്ങോട്ട് തീരേണ്ട ടിക്കറ്റ് എടുക്കേണ്ട സമയമായി. ഒരു കോള് പോലും വന്നില്ല. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിനോട് ചോദിച്ചു ഇനി എന്താണ് ഞാൻ ചെയ്യാനുള്ളത്, കാരണം ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കൂടുതൽ അടുത്ത് ചോദിച്ചു ഇനിയും ഞാൻ പ്രാർത്ഥിക്കണ്ട, അതോ നീ
എനിക്ക് ഇവിടെ നിൽക്കാനില്ല, നാട്ടിൽ പോയി ജോലി ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. പക്ഷേ എൻ്റെ ബ്രദറിലോൻ്റെ മാരേജ് വരെയായിരുന്നു. അപ്പോൾ മാരേജിന് നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ചോദ്യം ഉണ്ടാവും, കാരണം റിലേറ്റീവ്സ് എല്ലാം മാരേജിനുണ്ടാവും. എല്ലാവരും ചോദിക്കും, വലിയ കാര്യത്തിൽ ഓടി ദുബായിക്ക് പോയതാണ്, ജോലിയില്ലാതെ തിരിച്ചു വന്നിരിക്കുന്നു, ചുമ്മാ നിൽക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞു അത്രയും ഒരു നാണക്കേട് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അവരോട് എനിക്ക് പറയണം, ഞാൻ പ്രാർത്ഥിച്ചെനിക്ക് ഞാൻ നേടിയെടുത്ത ജോലിയാണെന്ന് എനിക്ക് മഹത്വപ്പെടുത്തണം. ഒന്നും വേണ്ട, നീ ഒരു 2 മാസത്തെ ജോലി എനിക്ക് തന്നാൽ മതി, ആ ജോലി ചെയ്തിട്ട് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കോളാം എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ടും എനിക്ക് കോളൊന്നും വന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഓക്കെ നീ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ നാട്ടിൽ പോയി ഒന്നുകൂടെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ട് ടിക്കറ്റ് എടുക്കേണ്ട സമയമായി. തിങ്കളാഴ്ച എനിക്ക് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ വെള്ളിയാഴ്ച ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ ഉണ്ട്. ഹസ്ബൻഡ് പറഞ്ഞു, ഓക്കെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യ്, തിങ്കളാഴ്ചയല്ലേ, തിങ്കളാഴ്ച എടുക്കാം എന്നിങ്ങനെ പറഞ്ഞു. മാതാവിൻ്റെ പ്രത്യേക ഇടപെടലാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഓഫീസ് ടൈം എന്ന് പറയുന്നത് 6 ആണ്, മാക്സിമം അവിടെ 6 ആണ്. 6 മണി കഴിഞ്ഞിട്ട് എനിക്കൊരു കോൾ വരികയാണ്, ഒരു ഇൻ്റർവ്യൂ കോള്. നിങ്ങൾ നാളെ സാറ്റർഡേ തന്നെ വന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനന്ന് മുട്ടിൽ നിന്ന് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം അതെന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതും 6 മണി ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദുബായിൽ ആൾക്കാരെല്ലാം തിരിച്ച് വീട്ടിലേക്ക്, അവരൊന്നും ചെയ്യില്ല. ഒരു 5:30 ആകുമ്പോൾ തന്നെ അവരെല്ലാം അവരുടെ ജോലികളെല്ലാം നിർത്തി പോകാനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് എനിക്ക് ജോലിയുടെ ഇൻ്റർവ്യൂ കോൾ വന്നത് ആഫ്റ്റർ 6 ആണ്. ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ വളരെ സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് അവിടേക്ക് പോകുമ്പോൾ തൈലമെല്ലാം പൂശിപ്പോയി. പോകുന്ന വഴിക്ക് ഞാൻ ഒരു അടയാളം വേണമെന്ന് പ്രാർത്ഥിച്ചു. പോകുന്ന വഴിക്ക് ഞാൻ കണ്ടത് എൻ്റെ ബസ് സ്റ്റോപ്പിൽ മാതാവിൻ്റെ കാശ് രൂപം ധരിച്ച ഒരു ചേച്ചി നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് ഇത് മതി, കിട്ടുമോ എന്നുള്ളതല്ല, നീ എനിക്ക് നിൻ്റെ ഞാൻ ചോദിച്ചത് നീ എനിക്കൊരു ഉത്തരമായി തന്നതാണ് ഈ ഇൻ്റർവ്യൂ എന്ന് ഞാൻ വിചാരിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഇൻ്റർവ്യൂവിന് പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു വചനമാണ് റോമ 10 അധ്യായം. ഈശോ കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക. അത് ഞാൻ പോകുന്ന വഴിയിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. ഞാൻ അവിടെ ഇൻ്റർവ്യൂ ഉള്ള സ്ഥലത്ത് ചെന്നു, ഓഫീസിൽ ചെന്ന് ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ കുറച്ച് വിശുദ്ധ ഉപ്പെടുത്തിട്ട് ഞാൻ അവരാരും കാണാത്തൊരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ ഇനി എനിക്ക് ഈ ഓഫീസിലേക്ക് എന്നും വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ജോലി കിട്ടിയാൽ മാത്രമേ ആ ഓഫീസിലേക്ക് ഇനി എന്നും വരാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ഈ ഓഫീസിലേക്ക് എന്നും വരാൻ നീ ഒരു അടയാളമായി മാറണേന്ന് പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നു. അപ്പോൾ എനിക്കിനി മൺഡേ എനിക്ക് ടിക്കറ്റ് എടുക്കണം. അതിന് മുന്നേ ഈ ഒരു ദിവസത്തിനുള്ളിൽ അവർ റിപ്ലൈ തരണം. അത് ഞാൻ ചോദിക്കുന്നതെല്ലാം ഒട്ടും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, മാതാവിനോട് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരെനിക്ക് അന്ന് തന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് സൺഡേയിൽ എനിക്ക് മെയിൽ വന്നു, നിങ്ങൾ ഒരു ഫൈനൽ ഇൻ്റർവ്യൂ കൂടെ ഉണ്ട്, അതിന് വരണം. അതിൽ 2 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 പേരിൽ ഇവർ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരും ആ ഇൻ്റർവ്യൂവിന് ഞങ്ങൾ പോയി. വേറൊരു ലേഡി കൂടെ ഉണ്ടായിരുന്നു. അവിടെ ആ ഓഫീസിലുള്ള എനിക്ക് ആ ദുബായ് തന്നെ ഹസ്ബൻഡ് അല്ലാണ്ട് വേറെ ആരെ എനിക്കറിയില്ല. ദുബായിലൊക്കെ ഒരു ജോലി പെട്ടെന്ന് കിട്ടുക എന്ന് പറയുന്ന ഒരു റെഫറലാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, മാതാവേ എനിക്ക് ആരും റെഫർ ചെയ്യാനില്ല, നീ ആയിരിക്കണം എൻ്റെ റെഫറൽ, നീ ആയിരിക്കണം അവിടെ എനിക്ക് വേണ്ടി സംസാരിക്കേണ്ടത്, നീ ആയിരിക്കണം എന്നെ അവിടെ സജസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു കമ്പനിയിൽ ഞാൻ അപ്ലൈ ചെയ്ത ജോലിയല്ല, ഞാൻ ഈ ജോലി ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ കമ്പനിയിലെ HR ചോദിച്ചു, എൻ്റെ CV നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. കാരണം ഈ നമുക്ക് ഇൻ്റർവ്യൂ കോൾ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയുടെ മെയിൽ നമ്മൾ ചെക്ക് ചെയ്യും. ബിക്കോസ് നമ്മൾ ഏത് പൊസിഷന് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്തത്, ഏതൊക്കെയാണ് ക്രൈറ്റീരിയ, JD ഒക്കെ നോക്കാൻ വേണ്ടി. പക്ഷേ ഞാൻ എൻ്റെ മെയിൽ മൊത്തം സെർച്ച് ചെയ്ത് നോക്കി. ഇങ്ങനൊരു കമ്പനിയിലേക്ക് ഞാൻ എൻ്റെ CV അയച്ചിട്ടില്ല. ലിങ്ക്ഡിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബ് സൈറ്റിലോ ഒന്നും ഈ ഒരു കമ്പനി ഞാൻ സെർച്ച് ചെയ്തിട്ട് പോലും ഇല്ല. ഞാൻ അവരോട് ചോദിച്ചു, അവർ പറഞ്ഞത് ആരോ വഴിയിട്ട് അവർക്ക് CV ഷെയർ ചെയ്ത് കിട്ടിയതാണ്. അവർ കുറേ നാളായി ഈ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു, ആരെയും കിട്ടുന്നില്ലായിരുന്നു, നിങ്ങളുടെ CV ആരോ വഴി ഷെയർ ചെയ്ത് കിട്ടിയതാണെന്നാണ്. ദൈവത്തിന് വളരെയധികം നന്ദി, ഈശോയ്ക്ക് മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ചെന്നു. 2ാമത്തെ ഇൻ്റർവ്യൂവും കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഡിസ്കഷൻ നടക്കുമായിരുന്നു. ഡിസ്കഷൻ നടക്കുന്നതിൽ അവിടെ 2 പേര്, എന്നെ അറിയാത്ത 2 എംപ്ലോയീസ്, മാനേജറിന് വേറൊരാൾ എടുക്കണമെന്നായിരുന്നു. പക്ഷേ ഈ 2 എംപ്ലോയീസ് എനിക്ക് വേണ്ടി സംസാരിച്ചു. മാതാവ് അവരെ കൊണ്ട് സംസാരിപ്പിച്ചു എന്ന് വേണം പറയാനായിട്ട്. അവർ സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ കാൻഡിഡേറ്റ് വേണ്ട, എന്നെ മതി എന്നുള്ള രീതിക്ക് അവർ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുകയായിരുന്നു. അവിടെ മാതാവ് അവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. ആ ജോലി കിട്ടുന്ന സമയത്ത് ഒട്ടും പോസിബിൾ ആയിട്ടുള്ള 2ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞ പോലെ ബ്രദറിനോടെ മാരേജ് ആയിരുന്നു. എനിക്ക് വരാൻ പറ്റില്ല, കാരണം ജോലിക്ക് ചെയ്ത് ഉടനെ തന്നെ ആരെയും നാട്ടിലേക്ക് വിടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ഞാൻ കൂടണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ജോലി നീ എനിക്ക് തന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷം എന്ന് പറഞ്ഞ് മാതാവിന് ഞാൻ നന്ദി പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് നിനക്ക് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്നിരുന്നു. ഞാൻ ഇനി എപ്പോൾ ലീവിന് വരുന്നു അപ്പോൾ സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിനോട് നേർന്നു.
അത്ഭുതം എന്ന് പറയട്ടെ, കമ്പനിയുടെ ഒരു ഷിഫ്റ്റിംഗ് വന്നു. കമ്പനി ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യായിരുന്നു. ആ ടൈമിൽ എനിക്ക് വിസ അടിക്കാനുള്ളത് കൊണ്ട് അവർ എനിക്ക് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നോ എന്നുള്ള പറഞ്ഞു. അങ്ങനെ എനിക്ക് ബ്രദറിൻ്റെ മാരേജും കൂടാൻ പറ്റി. അങ്ങനെ മാതാവിനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്കൊരു 2 മാസത്തെ ഒരു ജോലി തന്നാൽ മതി, ആ 2 മാസം കഴിയുമ്പോൾ ഞാൻ പൊക്കോളാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മാതാവ് എനിക്ക് തന്നത് 2 വർഷത്തെ ജോബ് വിസയിലാണ് എനിക്ക് ജോലി തന്നത്. മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഉടമ്പടി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമുള്ള പത്രം കൊടുക്കണ്ടല്ലോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല, നമ്മൾ പത്രം പ്രേക്ഷിത പ്രവർത്തനമാണ്, എല്ലാവർക്കും കൊടുക്കണമെന്ന് മനസ്സിലായി. അത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, അങ്ങനെയാണ് ഞാൻ അറിയുന്നത് നമ്മൾ NRI ഉടമ്പടിയാണെങ്കിൽ നമുക്ക് ഒറ്റ പ്രാവശ്യമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കെട്ട് പത്രമല്ലേ ഉള്ളൂ, വളരെ സന്തോഷം. കാരണം ബാക്കി ഈ 3 പ്രാവശ്യം പുതുക്കുമ്പോൾ പത്രം ഒന്നും കൊടുക്കണ്ട, പെട്ടെന്ന് വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് മേടിക്കാം, പെട്ടെന്ന് സാക്ഷ്യം പറയാം, പെട്ടെന്ന് ഓടിപ്പോവാം, അങ്ങനെ വിചാരിച്ചു വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ മാതാവ് എന്താ പറയുക, എനിക്ക് ചാലഞ്ചസ് ആണ് തരുന്നത്. നീ ഇത് ചെയ്യും, നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്യുമോ ഞാൻ നോക്കട്ടെ, ഞാൻ ചുമ്മാ അനുഗ്രഹം തന്നാൽ പോരല്ലോ എന്നുള്ള രീതിയിലാണ് മാതാവ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ മാതാവ് ഇതേപോലെ അതിനു മുന്നേ എനിക്ക് കിട്ടിയ ജോലി എന്ന് പറയുന്നത് കയറിയപ്പോൾ നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ഡിഫിക്കൽട്ടായപ്പോൾ പറയുന്നതിൻ്റെ അപ്പുറത്തെ ഡിഫിക്കൽട്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഇത്രയും പ്രാർത്ഥിച്ച് ഒരു ജോലി കിട്ടിയിട്ട് ഇത് ഞാൻ എങ്ങനെ വന്ന് സാക്ഷ്യം പറയും? മനസ്സിന് സന്തോഷമില്ലാതെ ഒരു ജോലി ചെയ്തിട്ട് ഞാൻ അത് വന്നിട്ട് നീ തന്ന ജോലിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ വന്ന് സാക്ഷ്യം പറയുമെന്ന് മനസ്സിൽ ഞാൻ വിചാരിച്ച് പോവാണ്. അപ്പോൾ ഞാൻ പോകുന്നത് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ വാതിക്കൽ കൂടിയാണ്. എനിക്ക് അടുത്ത് തന്നെയാണ് ജോലി കിട്ടിയേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ബൈബിൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് ഇതുമായിട്ട് കണക്ട് ചെയ്ത് ജീവിതമായിട്ട് കണക്ട് ചെയ്തൊന്നും ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു വചനം വന്നു. അതായത് വിശുദ്ധ പത്രോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു 3 കൊട്ട എന്തോ നിറയെ ഭൂമിയിലുള്ള എല്ലാ മൃഗങ്ങളും വന്യജീവികളും ഇഴജന്തുക്കളും ഒക്കെ കൊട്ടയിൽ വെച്ചിട്ട് സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേൾക്കുകയാണ്, നീ ഇത് ഭക്ഷിക്കുക. അപ്പോൾ പത്രോസ് പറയാണ്, മലിനമായത് ഞാൻ ഭക്ഷിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അടുത്ത സ്വരം എന്ന് പറയുന്നത്, ഞാൻ സൃഷ്ടിച്ചതിനെ എങ്ങനെ മലിനമെന്ന് നിനക്ക് പറയാൻ സാധിക്കും? അപ്പം എനിക്കൊരു തോട്ട് വന്നു. കഥ പറയാണ്, ഞാൻ തന്ന ജോലിനെ ഡിഫിക്കൽട്ടോ എന്തോ ആയിക്കോട്ടെ, അത് നിനക്ക് എങ്ങനെ ചീത്തയാണെന്ന് പറയാൻ സാധിക്കുന്നു? കാരണം ഞാനത് മഹത്വപ്പെടുത്താൻ വേണ്ടി ചോദിച്ചൊരു കാര്യമാണ്. അത് എൻ്റെ നല്ലതിന് വേണ്ടി കിട്ടിയതാണ്, ഇന്നല്ലെങ്കിൽ നാളെ അതെൻ്റെ നല്ലതിന് വേണ്ടി ഭവിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ലീവിന് വേണ്ടി വന്നപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ മാതാവ് അടുത്ത ചലഞ്ച് വന്നു, 3 കെട്ട് പത്രം. ഇതെങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വരണ്ടു പോയി. ഒരു കെട്ട് പത്രം തന്നെ എങ്ങനെ കൊടുക്കുമെന്നറിയാതെ വന്ന് എൻ്റെ കയ്യിലേക്ക് മാതാവ് തന്നത് 3 കെട്ട് പത്രം. NRI ഉടമ്പടിയല്ലേ, 3 കെട്ട് പത്രം എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി, ഇതെവിടെ കൊണ്ട് കൊടുക്കും? എനിക്ക് ആകെ ടെൻഷനായി. കാരണം ഒരു പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ ചെയ്യണം, അത് നമ്മൾ ചെയ്യാണ്ട് ചുമ്മാ പോയി ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം ചെയ്യണമെന്നുള്ള ഇതിൽ ഞാൻ എന്ത് ചെയ്യും? പത്രം ഇങ്ങനെ പിടിച്ചോണ്ടി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും? ഞാൻ ആദ്യം കണ്ടൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ സജസ്റ്റ് ചെയ്ത ഒരു പണിയാണ്, ഞാൻ വണ്ടിയെ പോകാം, നീ പുറകെ കയറി നമുക്ക് പത്രം എറിയുന്ന പോലെ എല്ലാ വീട്ടിലും എറിഞ്ഞെറിഞ്ഞ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ കൊടുക്കേണ്ടതല്ല പത്രം എന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ കണ്ടെത്തിയൊരു വഴിയാണ്. എൻ്റെ ആൻറ്റിയുടെ വീടുണ്ടായിരുന്നു. ആൻറ്റിയുടെ വീട്ടിൽ ചെന്നു, നന്നായിട്ട് ഫേഷ്യലൊക്കെ ചെയ്തു, നന്നായിട്ട് ഒരുങ്ങി. കാരണം നമ്മൾ അലുത്ത കോളത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാർ പറയും വേണ്ട പൊക്കോന്ന് പറയും. ഞാൻ കണ്ടെത്തിയൊരു വഴിയാണ്, നന്നായിട്ട് ഒരുങ്ങി നല്ല മിടുക്കിയായിട്ട് ഓരോ വീടുകളിലും കയറി ചെന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ ഒരാൾ റിജക്റ്റ് ചെയ്താൽ പിന്നെ ഞാൻ തീർന്നു, ഈ കയറി ചെന്ന ധൈര്യമൊക്കെ അങ്ങ് താഴേക്ക് പോകും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ കഷ്ടമുണ്ട്, ഒരാൾ ആദ്യം ഒന്ന് വാങ്ങിച്ചു കിട്ടിയാൽ മതി, ബാക്കി ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ കയറി ചെന്നെന്ന് പറയുന്ന ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഇരിക്കുന്നൊരു വീടായിരുന്നു. ആ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ കാണുന്നത് 2 പേരും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഇതെന്തായാലും കീറിക്കളയത്തില്ല, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയത്തില്ല, വാങ്ങും. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇത് വാങ്ങുമോ? എനിക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അവർ പറഞ്ഞു, കൃപാസനത്തിലെ പത്രം കൊടുക്കാൻ മടിയോ? ഞങ്ങൾ അവിടുത്തെ പഴയ പ്രേക്ഷിതരാണ്, നിന്നെയും കൊണ്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞിട്ട് ആ അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ മക്കളുടെ വീടുകളെല്ലാം എൻ്റെ കൂടെ വന്ന് ആ പത്രം കൊടുപ്പിച്ചു. അങ്ങനെ ആ കൊടുക്കാനുള്ളൊരു ധൈര്യം എനിക്ക് യേശു തന്നു, സാന്നിധ്യത്തിലേക്ക് തന്നു. അങ്ങനെ ഞാൻ 3 പത്രങ്ങളും ബീച്ചിലും ഹോസ്പിറ്റലിലും റെയിൽവേ സ്റ്റേഷനും അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് ആ പത്രം കൊടുത്തു. കാരണം ഞാൻ ബ്ലെസ്സിങ് വാങ്ങാൻ അപ്പോൾ അവർ പറയുന്നുണ്ട്, NRI ഉടമ്പടി എടുത്ത് അന്ന് തന്നെ നമുക്ക് ബ്ലെസ്സിങ് വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ വാങ്ങില്ല, അത് ഭയങ്കര ഈസി ആയി പോകും, പിന്നെ പത്രം കൊടുക്കാൻ എനിക്ക് മടിയാവും. സോ ബ്ലെസ്സിങ് വാങ്ങണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. അതിനു മുന്നേ ഞാൻ ഈ 3 കെട്ട് പത്രവും കൊടുത്ത് കഴിഞ്ഞിട്ടേ വരുമെന്നുള്ളത് ഞാൻ ഉറച്ച് തീരുമാനിച്ചിരുന്നു. എൻ്റെ 3 കെട്ട് പത്രങ്ങൾ എനിക്ക് വായിക്കാനുള്ള ഒരു പത്രം അല്ലാണ്ട് ബാക്കിയെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് വന്നിട്ടാണ് ഇവിടെ ബ്ലെസ്സിങ് വാങ്ങിച്ചതും സാക്ഷ്യം പറഞ്ഞതും. മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളെല്ലാം ചെയ്യുന്നതും
ഒരുപാട് നമ്മുടെ ഇവിടുത്തെ പൂങ്ക പാതിരപ്പള്ളി തന്നെ വൃദ്ധസനമുണ്ട്. അവിടത്തേക്ക് ഞാൻ ജോലി കിട്ടിക്കഴിയുമ്പോൾ തൊട്ടുള്ള എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വന്നു കഴിഞ്ഞിട്ട് രോഗിയായിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് അവരെ കാണുകയും അവർക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത്രയധികം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാധവനോട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊക്കെ സാധിക്കാതിരിക്കോ എല്ലാം വിട്ടുകൊടുത്തിരിക്കുകയാണ്. തന്നാലും ഇല്ലെങ്കിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവരെയും വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് മാധവനോട് പറഞ്ഞുകൊണ്ട് 1000 നന്ദി പറയുന്നു. യെശയ്യാ 65:24 വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. അനില സ്റ്റീഫൻ്റെ സുന്ദരമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. ഉടമ്പടി ഉപേക്ഷിച്ചു പോയ മകൾ എങ്ങനെ അമ്മ മാതാവ് ഉടമ്പടി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നുവെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്വയം ഒരു തന്നെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ എങ്ങനെയാണോ ആ ഉടമ്പടി ആദ്യത്തേത് വിട്ടുപേക്ഷിച്ച് പോയത്, പിന്നീട് ഒത്തിരി പ്രതീക്ഷയോടെ നല്ല ക്വാളിഫിക്കേഷനോടുകൂടി ജോലി തിരക്കി വിദേശത്തെത്തിയത്, ഓരോ ദിവസവും 100ഓളം കമ്പനികൾക്ക് നിരന്തരം CV അയച്ചും എൻക്വയറിക്ക് വേണ്ടി ആഗ്രഹിച്ചും നിരന്തരം അപേക്ഷിച്ച് 2 മാസക്കാലം തള്ളി നീക്കി ഒന്നും സംഭവിക്കാതെ ജീവിതമാകെ തരിപ്പണമായി പ്രതീക്ഷയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ക്ലേശിച്ച നാളുകൾ. പിന്നീടാണ് മകൾക്ക് വീണ്ടും അമ്മ മാതാവിനെക്കുറിച്ചുള്ള ഓർമ്മ വരുന്നത്. ഉടമ്പടി ഉപേക്ഷിച്ചു പോയെങ്കിലും അമ്മ മാതാവ് അവളോടൊപ്പം സഞ്ചരിച്ചുവെന്ന വാക്കുകളിലുണ്ട്. അതുകൊണ്ടാണ് ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി പുസ്തകം അതൊക്കെ അവളുടെ ബാഗിനുള്ളിൽ വന്നത്. അവൾ മാതാവിനെ ഉപേക്ഷിക്കുമ്പോഴും മാതാവ് അവൾക്കൊപ്പം കയറിപ്പറ്റിയത് കൊണ്ടാണ് ഇതെല്ലാം ഉള്ളിൽ ബാഗിനുള്ളിലിരുന്നു. തുറന്നുപോലും നോക്കാതെ അവൾ വിദേശത്ത് പോയി ജീവിക്കുകയും ചെയ്തു. പക്ഷേ ഇത് രണ്ടാമത്തെ ടേണിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവൾക്ക് തന്നെ തിരിച്ചറിവുണ്ടാകുന്നു, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ഡിഗ്രികൾ കൊണ്ട്, എൻ്റെ CV കൊണ്ട് ഒന്നും ഇതൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് വന്ന ആദ്യത്തെ കാഴ്ചകൾ അത് അച്ഛൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനവുമാണ്. ആ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മ വീണ്ടും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഉടമ്പടി ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രചോദനമായി തീർന്നതാണ് മകൾ പങ്കുവെച്ചത്. എങ്ങനെ പതിയെ പതിയെ അമ്മയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ജീവിതത്തെ നിരന്തരം സമർപ്പിച്ച് ഓരോ നിമിഷവും അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് തൻ്റെ ജീവിതം നയിച്ചുവെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടി ദൈവത്തിൻ്റെ സ്വന്തമാകാൻ വേണ്ടി നമ്മളെ വിളിക്കുന്നതാണ്. ഉടമ്പടി മനുഷ്യരുടെ മുമ്പിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമ്മളെ വിളിക്കുന്നതാണ്. ഉടമ്പടി നാം ജീവിതത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം കരം പിരിച്ച് അനുഗ്രഹിക്കുന്നത് അനുഭവിക്കുവാൻ വേണ്ടി നമ്മളെ ചേർത്ത് പിടിക്കുന്നതാണ്. അമ്മയോട് ചേർന്ന് നടക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് കണ്ണുകൾക്ക് വിസ്മയമായത് അമ്മ നിരന്തരം ഈശോയിൽ നിന്ന് നേടിത്തരും. അതുകൊണ്ട് കാരുണ്യ പ്രവൃത്തിയാവട്ടെ, അനുദിന ആത്മീയ ജീവിതമാവട്ടെ, പ്രേക്ഷിത പ്രവർത്തനമാവട്ടെ, അല്പം പോലും മനസ്സുമെടുക്കാതെ സംശയമില്ലാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ചെയ്യുവാൻ തയ്യാറാവുക. വലിയ അനുഗ്രഹങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഇതുപോലെ നമുക്ക് കാണാനാവും. ഈ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിന് നന്ദി പറഞ്ഞ് ഈശോയെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് ഈ സാക്ഷ്യം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് ആശ. ഞാൻ കൊല്ലം ജില്ലയിലെ വെളിയം സെൻറ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 7-നാണ്. കൃപാസനത്തെപ്പറ്റി അറിയാൻ പറ്റിയത്, ഞാനൊരു സഫയുടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ജീവിതത്തിൻ്റെ ഏറ്റവും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത്. അവിടെയുള്ള സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കൃപാസനത്തിൽ പോകുന്നതാണ് നല്ലത്, നീ അവിടെ കാല് കുത്തുമ്പോൾ തന്നെ നിനക്ക് അതിനുള്ള മറുപടി കിട്ടുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കൃപാസനം എന്താണെന്നോ ഉടമ്പടി എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു. ഞാൻ അപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് വരാനായിട്ട് യാതൊരു സാധ്യതകളും ഇല്ല. കാരണം ഹസ്ബൻഡ് നാട്ടിലില്ല, ഒറ്റയ്ക്ക് വരാനൊട്ട് അറിയത്തുമില്ലായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിച്ചു, അമ്മയെ കൊണ്ട് സംസാരിപ്പിച്ചു. കാരണം ഇത്രയും ദൂരം ഒരു പള്ളിയിൽ പോകാനോ അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള അത് ഹസ്ബൻഡ് സമ്മതിക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അമ്മ വഴി എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു. അങ്ങനെ ഹസ്ബൻഡ് നെക്സ്റ്റ് ലീവിന് നാട്ടിൽ വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ല. ഒരുപാട് ജനങ്ങളെ കണ്ടു. ഇത്രയും വിശ്വാസികൾ ഇവിടെ വരുന്നെന്നുള്ള കാര്യം പോലും അന്നേരമാണ് അറിയുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു. ഒരു ബോധവും ഇല്ലാതാണ് ഉടമ്പടി എടുത്തിരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു.
6 നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഉടമ്പടികൾ വെച്ച കാര്യങ്ങളൊന്നും തന്നെ നടന്നില്ല. കാരണം എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. പ്രാർത്ഥിക്കുക എന്നതുള്ളത് ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് പോലൊന്നും അല്ല പ്രാർത്ഥിച്ചത്. വെറുതെ ഒരു നിയോഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടാന്നുള്ള രീതിയിലാണ് പ്രാർത്ഥനയൊക്കെ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നെ അങ്ങനെ ഇരിക്കെ പോസ്റ്റ് PSCയുടെ എക്സാം വന്നു. ഞാൻ അന്നേരം വിചാരിച്ചു കുറച്ച് നന്നായിട്ട് പഠിക്കുമല്ലോ, ഒരുപാട് കൂടുതലിരുന്ന് പഠിക്കൊന്നും വേണ്ട, നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നതെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ബാംഗ്ലൂർ പോയി. അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഉടമ്പടി പ്രാർത്ഥന ഒന്നും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൂടെയുള്ള അവരാർക്കും ഉടമ്പടി എന്താണെന്നൊന്നും അറിയത്തില്ല. കാരണം 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാവണമെന്നുള്ള ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നിരുന്നാൽ തന്നെയും ഞാൻ അവരോട് ഉടമ്പടിയെപ്പറ്റി പറഞ്ഞു. അവർക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. എൻ്റെ കൂടെ 5:30 വെളുപ്പിന് 5:30 സന്ധ്യാപ്രാർത്ഥനയിലാണെങ്കിലും അവർ കൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ എക്സാം ആയതുകൊണ്ട് 2016 ഞാൻ GNM പാസ് ഔട്ടായത്. ഇത്രയും ഗ്യാപ്പ് ഉള്ളത് കാരണം പഠിക്കുന്ന ഓർമ്മ ഇരിക്കുന്നതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും മാതാവിനോടും ഈശോയോടും കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലൈറ്റിൽ ക്യാൻഡൽ പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്തു. എല്ലാവരെ കൊണ്ട്, എൻ്റെ കൂടെയുള്ള എല്ലാ കുട്ടികളെ കൊണ്ടും പ്രെയർ റിക്വസ്റ്റ് ഇടുകയും ചെയ്യിച്ചു. അതുവഴി മാതാവ് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സോടെ നല്ലൊരു വിജയം തന്ന് അനുഗ്രഹിച്ചു. അതിനു മുമ്പായിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ എക്സാമായി. സെക്കൻഡ് ഇയർ എക്സാമിന് ഭയങ്കര പേടിയോടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ടാണ് പോയത്. ജോസഫ് അച്ഛൻ ഞങ്ങൾക്കൊരു കാശ് രൂപം തന്നിരുന്നു. അത് ഞങ്ങൾ കൊന്തയിൽ ഇട്ടിട്ടാണ് പോയത്. ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും തന്നെ പാടായിരുന്നു. പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി വിശുദ്ധ ഉപ്പ് എക്സാം ഹോളിൽ ഇടുകയും വിശുദ്ധ തൈലം പുരട്ടി പോവുകയാണ് ചെയ്തത്. ഒട്ടും തന്നെ പ്രതീക്ഷയില്ലായിരുന്നു. ആ ഒരു സബ്ജക്റ്റ് എല്ലാവർക്കും തന്നെ പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. പക്ഷേ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഈശോ വഴി അത്ഭുതം പ്രവർത്തിച്ചത് കാരണം ഞങ്ങളെല്ലാവരും തന്നെ ഫസ്റ്റ് ക്ലാസ്സോടെ ആ എക്സാം പാസ്സാവുകയും ചെയ്തു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമതായിട്ട് 5 വർഷമായിട്ട് ഞാൻ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൻ്റെ പ്രോസസ്സിങ്ങിനായിട്ട് ഒരു ഏജൻസിയിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും 1 ലക്ഷം രൂപ അവിടെ പേയ്മെൻറ്റ് അടയ്ക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്താണ് കുവൈറ്റ് പ്രോമെട്രിക്ക് സ്റ്റാർട്ടായത്. അപ്പം പ്രോമെട്രിക്ക് പഠിക്കാനും വേണ്ടിയിട്ട് ഒരു അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തു, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി. അവിടെ ചെന്നപ്പോൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊക്കെ എനിക്ക് അറിയാവുന്നതാണല്ലോ, ഞാൻ പഠിച്ചിട്ടുള്ളതാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. കാരണം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു, മെറിറ്റിൽ മാത്രമുള്ള വിശ്വാസമേ ഉള്ളായിരുന്നു. എന്നാൽ ഇതൊക്കെ ദൈവം തന്നതാണെന്നുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. മറ്റുള്ളവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കും, ഇതിങ്ങനെയാണ് അങ്ങനെയാണ്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര പേടി, ആശയ്ക്കെല്ലാം അറിയാമല്ലോ, ആശ ജയിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു. അപ്പോൾ അത് എനിക്കും ഒരിതായിരുന്നു. എനിക്ക് പഠിക്കാൻ ഒരു കഴിവുണ്ടല്ലോ, ക്വസ്റ്റ്യൻസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയാമെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡേറ്റ് എടുത്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ പേടിയെന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിന് അവൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയാൽ അവൾക്ക് ഭയങ്കര സങ്കടമാവുമല്ലോ എന്നൊക്കെ ഉള്ള ചിന്തയിലായിരുന്നു. അതെൻ്റെ മെറിറ്റിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയത്. ഞാനങ്ങനെ ഞങ്ങൾ എക്സാമിന് ഡേറ്റ് എടുത്തു. അവിടെ പോയി എക്സാം ഹോളിൽ കയറി സിസ്റ്റത്തിൻ്റെ അവിടെ വിശുദ്ധ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ചു. ഉടമ്പടി തൈലം പൂശിയാണ് പോയത്. പാസ്പോർട്ടിലും ഉടമ്പടി തൈലം കുരിശ് വരച്ചിട്ടാണ് പോയത്. ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോൾ ഏകദേശം പഠിച്ച ക്വസ്റ്റ്യൻസൊക്കെ തന്നെ എല്ലാം അറിയാമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ എല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. പക്ഷെ തിരിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്കിന് ആദ്യം എന്നെക്കാൾ താമസിച്ച് പോയ എൻ്റെ കൂട്ടുകാരി അവിടെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ റിസൾട്ട് അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അറിഞ്ഞു, ഞാൻ പാസ്സായെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എന്തോ ഒരു ഭയം പോലെ തോന്നി. അതുവരെ ഇല്ലാത്തൊരു ഭയം എനിക്ക് തോന്നി. അവൾ പാസ്സായി, ഇനി എൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളൊരു ചിന്തയായിരുന്നു. അങ്ങനെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി മെയിലെടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഫെയിലായി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തകർച്ചയായിരുന്നു അത്. കാരണം ഓവർ കോൺഫിഡൻസോടെ മാതാവിനെയും ഈശോയെയും മറന്നുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയെന്നാണ് ഞാൻ പിന്നീട് ചിന്തിച്ചത്. കാരണം ദൈവത്തിൻ്റെ കൃപയാലാണ് ഈ പഠിക്കുന്ന കാര്യങ്ങളും ഇത്രയും ടാലൻ്റൊക്കെ കിട്ടുന്നതെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ടായിരിക്കാം ദൈവം എനിക്കൊരു കൊട്ട് തന്നതാണ്. ഞാൻ ഫെയിലായി. പിന്നെ എനിക്ക്
അടുത്തൊരു എക്സാം എഴുതാൻ യാതൊരു ഇതും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നത്, നീ അടുത്ത എക്സാം അറ്റൻഡ് ചെയ്യ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് പിന്നെ എടുത്തു. ഞാൻ ഒട്ടും പഠിച്ചില്ല. കാരണം ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിക്കാണ്ട് പോയി എഴുതുക എന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും പോയി. അതിനും ഞാൻ പൊട്ടി. മൂന്നാമത് ഞാൻ ഡേറ്റ് എടുത്തു, അതും മൊത്തത്തിൽ പൊട്ടി. ഞാൻ പാളീസായി തിരിച്ചു വന്നു. പക്ഷേ അന്നൊക്കെ ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ഉടമ്പടി എടുത്തത് എന്തിനാ, ഞാൻ മാതാവിനോടും യേശുവോടും അത് ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. എന്നാൽ ഞാൻ ചിന്തിക്കുന്നില്ല, എൻ്റെ കയ്യിലെ കുറ്റങ്ങൾ കൊണ്ടാണ് എനിക്കിങ്ങനൊരു പരാജയം ഉണ്ടായെന്ന് ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി ചെയ്യുന്നുണ്ട്, പത്രമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു പൂർണ്ണമായിട്ടൊരു ആത്മീയതയിലല്ല ഞാൻ കൊടുത്തിരുന്നതെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഞാൻ അങ്ങനെ മൊത്തത്തിൽ അത് കളഞ്ഞു. പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഇനി എങ്ങനെ അവരോട് പറയുന്നത്, ഇനി വേറൊരു ഏജൻസിക്ക് കൊടുക്കണം എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് വിചാരിച്ചു. ആകെ 3 അറ്റംപ്റ്റേ പറ്റുള്ളായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ആ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാമെന്ന് വിചാരിച്ചു. എത്ര കൊണ്ട് ചോദിച്ചിട്ട് അവർ ആ പൈസ തിരിച്ചു തന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം 1 ലക്ഷം രൂപയെന്ന് പറയുന്നത് ചെറിയ തുകയൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ അവിടുത്തെ മാനേജറെ വിളിച്ച് കാര്യം സംസാരിച്ചു. അയാളെ വിളിക്കുന്ന സമയത്തൊന്നും അയാൾ അവിടെ ഇല്ലെന്നാണ് അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത്. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് ആ ഒരു വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കാരണം ഫിനാൻഷ്യലി കുറച്ച് ബാക്കിലോട്ടുള്ള ഒരു കുടുംബമാണ് എൻ്റേത്. ഈ 1 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആകെ തകർന്നു പോകുന്ന ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ മാതാവിനോട് സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ വഴി എനിക്ക് ആ 1 ലക്ഷം രൂപ 2 മാസത്തിനുള്ളിൽ തിരികെ കിട്ടി. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചത് ഇനി പുറത്തോട്ടൊന്നും നോക്കണ്ട, നാട്ടിലെവിടെയെങ്കിലും ജോലി നോക്കാം, അതായിരിക്കും ദൈവം വിധിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വേറൊന്നും നോക്കിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ പ്രോമെട്രിക്ക് പഠിക്കാൻ പോയ അക്കാഡമിയിൽ ഒരു കുട്ടി എന്നെ കോണ്ടാക്ട് ചെയ്തു. ചേച്ചി ഇന്നതുപോലെ കുവൈറ്റ് MOH സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചേച്ചി അത് അപ്ലൈ ചെയ്യുന്നു, ഞാൻ ലിങ്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ അത് കൊടുക്കണം, എക്സാം വേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എക്സാം വേണ്ട, ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ നീ ഇട്, ഞാൻ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കൂടെ എക്സാം എഴുതി പാസ്സായ കുട്ടിയുടെയും പ്രോസസ്സിങ് എല്ലാം ഡിലേ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ അവളോടും പറഞ്ഞു, നീയും ഇത് അപ്ലൈ ചെയ്യും, നമുക്ക് 2 പേർക്കും ഒരുമിച്ച് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പോയി ഇത് അപ്ലൈ ചെയ്തു. 2024 ലാസ്റ്റ് ഇയറൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ അവർ ഇൻ്റർവ്യൂ പാസ്സായെന്നോ നിങ്ങൾ സെലക്ട് ആയെന്നോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അതിനെപ്പറ്റി പിന്നെ യാതൊരുവിധ ഇതും ഇല്ലായിരുന്നു. പിന്നെ 2025 ജനുവരി 15 വീണ്ടും ഒരു ഇൻ്റർവ്യൂ വിളിച്ചു. ആ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു. വിശുദ്ധ തൈലം പുരട്ടുകയും ഉപ്പ് പാസ്പോർട്ടിൽ വിതറി കുരിശ് വരച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് കയറിയിരുന്നത്. കാശ് രൂപം കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും തന്നെ ഞാൻ ആൻസർ ചെയ്തു. ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു എനിക്കറിയാവുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഡോൺ വറി ആശ എന്ന് പറഞ്ഞു, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്ന് ഹസ്ബൻഡ് നാട്ടിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇനി കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുമല്ലോ, പുറത്തോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കെ 1 മന്ത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 3 ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി അടുത്ത വിസയാണല്ലോ വരുന്നത്, പെട്ടെന്നെല്ലാം നടക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ യാതൊരു അനക്കവും ഇല്ലായിരുന്നു. അങ്ങനെ കുവൈറ്റിലൊരു റൂൾ വന്നു. കുവൈറ്റിൽ റിലേറ്റീവ്സ് ഉള്ളവർ MOHൻ്റെ ഓഫീസിൽ നേരിട്ട് വന്ന് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തൗട്ട് അക്കോമഡേഷനിൽ നിങ്ങൾക്ക് വിസ അപ്ലൈ തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനിതറിയുന്നത് ഞാൻ ഉടമ്പടിയിൽ നിന്ന് കുറേ ഉഴപ്പി, ഉടമ്പടി പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, പിന്നെ പള്ളിയിൽ പോവില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന അവസരത്തിലാണ് ഞാനിത് അറിയുന്നത്. പക്ഷേ ഇത് 3-4 ദിവസത്തിന് മുമ്പേ ആ ഗ്രൂപ്പിൽ വന്ന മെസ്സേജായിരുന്നു. ഞാനത് കണ്ടില്ല. എൻ്റെ കൂടെ ഉള്ളവർ കാണുകയും അവർ ഈ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവർ കരുതിയിരുന്നത് ഞാനിത് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പിലുള്ളതാണ്. അപ്പം അവർ വിചാരിച്ചു ഞാനും അറിഞ്ഞിട്ടുണ്ടായിരിക്കും, ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ചെയ്തില്ല. അങ്ങനെ അത് തന്നെയല്ല, ഹസ്ബൻഡ് അവിടെ നാട്ടിലായിരുന്നു, നേരിട്ട് പോയി ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡ് ഒരു കൂട്ടുകാരനെ അയാളോട് പറഞ്ഞിട്ട് അയാൾ വഴി MOHൻ്റെ ഓഫീസിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. എൻ്റെ കൂടെ ഉള്ളവരുടെ കാര്യങ്ങളെല്ലാം നേരെ നടന്നു. കാരണം ഞാൻ ഈ ഉടമ്പടിയിൽ നിന്ന് ഉഴപ്പി നിന്നതുകൊണ്ടായിരിക്കും മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം ലേറ്റാക്കി. മാതാവിനെ അറിയാനും വേണ്ടിയിട്ടായിരിക്കും.
അതൊന്നും അന്നേരം ഞാൻ ചിന്തിച്ചില്ല. അന്നേരവും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത് ഇതൊക്കെ വെറുതെയാണ്, പ്രാർത്ഥിക്കുന്നതൊക്കെ എന്തിനാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഇങ്ങനെ പറഞ്ഞു, നീ പ്രാർത്ഥന കൈവിടരുത്, എന്ത് വന്നാലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്തിനാ പ്രാർത്ഥിക്കുന്നത്, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഒരു കാര്യം പോലും നടന്നിട്ടില്ല. ഞാൻ ഉടമ്പടി എടുത്തൊരു വ്യക്തിയായിട്ട് പോലും എനിക്ക് മാതാവ് ഒന്നും തന്നെ നടത്തി തന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് പിന്നെ തിരിച്ചു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കരുതിയിരുന്നത് ഹസ്ബൻഡ് കൂടെ ഇനി തിരിച്ചു കയറി പോകാൻ പറ്റുമല്ലോ, കൂടെ പോകാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഈ നവംബർ ലാസ്റ്റ് എൻ്റെ കൂടെ അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ കുവൈറ്റിലോട്ട് കയറിപ്പോയി. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ തോന്നുകയാണ്, മാതാവിനെ വിളിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്, നീ കൃപാസനത്തിൽ പോ, ഉടമ്പടി പുതുക്ക്, നീ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുക, എങ്കിലേ നിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ മാതാവിൽ നിന്ന് അകന്നു പോയ വ്യക്തിയായിട്ട് പോലും ഞാനിവിടെ വന്നപ്പോൾ മാതാവ് എന്നെ സ്വീകരിച്ചു. അതിനുള്ളൊരു മറുപടിയായിട്ട് ഡിസംബർ 7 മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം, ആ ദിവസം ഞാൻ ഒട്ടും യോഗ്യയല്ല, ആ ദിവസം എനിക്കൊരു ഗിഫ്റ്റ് മാതാവ് എനിക്ക് തന്നു. അന്ന് എനിക്ക് വിസ പ്രോസസ്സിംഗ് എനിക്ക് മാതാവ് തന്നു. കാരണം ഉച്ചയ്ക്കൊരു 1:30 ആയപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യത്തിനാണ് പ്രാർത്ഥിച്ചത്, പക്ഷേ മാതാവ് അതിനല്ല തന്നത്, എൻ്റെ കാര്യമാണ് മാതാവ് ഏറ്റെടുത്തത്. അന്ന് തന്നെ എനിക്ക് വിസ പ്രോസസ്സിംഗ് തന്നു. ഞാൻ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് 10 ദിവസത്തിന് ശേഷം എനിക്ക് വിസയും വന്നു. പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഞാനിങ്ങനെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇന്ന് 7 മണിക്ക് മുമ്പ് നിങ്ങളുടെ ഒരു കാര്യം സാധിച്ചു കിട്ടും, നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ വിസ വന്നു, ഇനി അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റാണ്, താമസിക്കാനൊരു അപ്പാർട്ട്മെൻറ്റാണ് കിട്ടേണ്ടത്. കാരണം വിസിറ്റിംഗ് ഓപ്പൺ ചെയ്തതുകൊണ്ട് ഒരു റൂം പോലും അവൈലബിൾ അല്ല. അത് തന്നെയല്ല, കിട്ടുന്ന റൂമുകളെല്ലാം ഭയങ്കര റെൻറ്റ് കൂടുതലായിരുന്നു, നമ്മളെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം ഞാൻ വിഷയം വെച്ചിരുന്നത്, ഞങ്ങൾക്കൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടണം, ഞാൻ വരുമ്പോഴത്തേക്കിന് എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് ശരിയാവണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ 6 മണി ആയപ്പോഴേ ഹസ്ബൻഡ് വിളിച്ചു പറയുന്നു, ഇന്നതുപോലൊരു ചെറിയ അപ്പാർട്ട്മെൻറ്റ് റെഡി ആയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയതിനേക്കാൾ റേറ്റ് കുറച്ചൊരു അപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും മാതാവ് ഞങ്ങൾക്ക് കിടക്കാൻ ഒരു അപ്പാർട്ട്മെൻറ്റ് ഒരുക്കി തന്നു. അതുകൊണ്ട് ഞാൻ മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി പറഞ്ഞു. അതിനുശേഷം എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയി, അടുത്ത എൻ്റെ ക്രിസ്മസിന് എൻ്റെ ബർത്ത്ഡേക്ക് എന്തായിരിക്കും എനിക്ക് മാതാവ് ഒരു ഗിഫ്റ്റ് തരിക എന്നുള്ള ചിന്തയിലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ഡിസംബർ 30 എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാൻ ആ ദിവസത്തേക്കിനല്ല ചോദിച്ചത്, എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ മാതാവ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് എനിക്ക് ടിക്കറ്റ് തന്നു. ഇന്ന് ഞാൻ വിസയും ടിക്കറ്റുമായിട്ടാണ് ഈ അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്. ഈ മാസം 18-ാം തീയതി ഞാൻ കുവൈറ്റിലേക്ക് പോവുകയാണ്. അമ്മ മാതാവും തിരുക്കുമാരനും ചെയ്ത എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിൽ കൊടുത്തിട്ടുണ്ട്, വഴിയോരങ്ങളിലും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഇപ്പം ഞാനൊരു രോഗിയെ വീട്ടിൽ ചെന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്, പൊതിച്ചോറ് വിതരണം ചെയ്തിട്ടുണ്ട്, അനാഥാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആത്മീയമായിട്ട് എൻ്റെ വളർച്ചയെന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ഉടമ്പടിയിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ ഇതൊക്കെ, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെയുള്ളൊരു ചിന്തയിലാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു. കാരണം എൻ്റെ അയോഗ്യതകളും എല്ലാം, എൻ്റെ ബലഹീനതകളെല്ലാം ദൈവം ഏറ്റെടുത്തെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഇല്ലെങ്കിൽ മാതാവ് ഈശോയും എന്നെ കൈക്കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എനിക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹിക്കാനും ദൈവത്തെ അറിയാനും ഉള്ള കൃപ തന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കൃപ തന്നു. നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചാലെല്ലാം നടക്കും എന്നുള്ളൊരു അനുഗ്രഹം എനിക്ക് ദൈവം തന്നു. ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും, 3 നേരം ഞാൻ കൊന്ത ചൊല്ലാറുണ്ട്, ഇപ്പം വചനം എഴുതാറുണ്ട്. വചനത്തിൻ്റെ ഓരോ വചനവും ഇപ്പോൾ ഓരോരുത്തർ എൻ്റെ അടുത്ത് ഓരോ സങ്കടങ്ങൾ പറയുമ്പോഴത്തേക്കിന് ഞാൻ ബൈബിൾ സെർച്ച് ചെയ്ത് അതിനകത്തുനിന്ന് ഓരോ വചനങ്ങൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള വചനങ്ങൾ ഞാൻ അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇത്രയും ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 12-ാം തിരുവചനം, ഇക്കാരണത്താലാണ് ഞാൻ ഇപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത്, ഞാനതിൽ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ
അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹയ്ക്കുള്ള ഒരു ബോധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ എനിക്ക് ഉത്തരവാദിത്തോടെ ചെയ്തു തീർക്കുവാനുള്ള കൃപ എനിക്ക് ലഭിച്ചതുകൊണ്ട് അതെല്ലാം ഈശോ തന്നെ പൂർത്തിയാക്കും എന്നുള്ള ഒരു വലിയ വിശ്വാസവും വിശ്വസ്തതയും ദൈവസ്നേഹവുമാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആശ ജോഷ് എന്ന ഈ സഹോദരി ഇവിടെ വന്ന് സാക്ഷ്യം രേഖപ്പെടുത്തുന്നത് 5 വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ സങ്കടത്തെക്കുറിച്ചായിരുന്നു. വളരെയധികം പരിശ്രമിച്ചു, തനിക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്, താൻ വളരെ ബയോ കെമിസ്ട്രി പഠിക്കുവാൻ മാത്രമുള്ള ഒരു വളരെ ഇൻ്റലിജൻ്റാണെന്നുള്ള ഒരു കോൺഫിഡൻസും ബുദ്ധിയും ഒക്കെ ഉണ്ടെന്ന് സ്വയം അറിവുള്ളതുകൊണ്ട് അതിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പഠിക്കുകയും എല്ലാം ചെയ്തെങ്കിലും വിസ പ്രോസസ്സ് വളരെ ലാഗ് ചെയ്യുകയായിരുന്നു. അവരുടെ ഓരോ പരീക്ഷാഘട്ടങ്ങളിലും വളരെ പരീക്ഷണമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഓരോ സമയത്തും നീ എനിക്കൊരു ഗിഫ്റ്റ് തരണം, നീ എന്നെ സമീപത്തുണ്ടായിരിക്കണമെന്നെല്ലാം പറയുമെങ്കിലും അത് ലാഗ് ചെയ്തതിൻ്റെ ഒരു കാരണം ക്രിസ്തു ആശയിൽ രൂപപ്പെടണം എന്നായിരുന്നു പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത്. ക്രിസ്തു നമ്മിൽ രൂപപ്പെടാതെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹം പ്രാപിച്ചു തരാനോ അമ്മ വളരെ സമയമെടുക്കുന്നതായി ചില സാക്ഷ്യങ്ങളിൽ നമുക്ക് കാണാനായി സാധിക്കും. പരിശുദ്ധ അമ്മയ്ക്കറിയാം ഈ വ്യക്തി ഈശോയിൽ അടിയുറച്ച വിശ്വാസത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ വ്യക്തി ഈശോയെ വിട്ടുപോവുകയില്ല എന്നുള്ള വളരെ ഉറപ്പ് നൽകുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ പെട്രോൾ കത്തുന്നത് പോലെ നമ്മുടെ ഉടമ്പടി കത്തിപ്പിടിക്കുന്നത് നമുക്കറിയാം. നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ മകളുടെ സാക്ഷ്യം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. എല്ലാ അറിവും കാര്യങ്ങളുമെല്ലാം അറിഞ്ഞിട്ടും താൻ പരാജയപ്പെട്ടു പോകുന്ന, അതുപോലെ തന്നെ അവസാന നിമിഷത്തിൽ ഈശോ മാത്രം അഭയമായി പരിശുദ്ധ അമ്മ മാധ്യസ്ഥം ഉപേക്ഷിച്ചുകൊണ്ട് നടക്കുന്ന വലിയൊരു വിജയത്തിൻ്റെ കാര്യമാണ് ആശ ഇവിടെ ഏറ്റുപറയുന്നത്. വിസ പ്രോസസ്സിങ്ങിനുള്ള പ്രോമെട്രിക്കിൻ്റെ ടെസ്റ്റ് വളരെ പ്രയാസകരമായിരുന്നെങ്കിലും ഈ മകൾക്ക് അവസാന നിമിഷത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വളരെ കൃത്യമായി അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് ഏറ്റുപറയുന്നുണ്ട്. നേർച്ച വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗത്താലും ഓരോ തവണയും ഈശോയുടെ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിശുദ്ധ തൈലം പൂശിക്കൊണ്ട്, അഭിഷേക തൈലം പൂശിക്കൊണ്ടാണ് ഈ മകൾ ധൈര്യം അവലംബിച്ചിരുന്നത്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴെല്ലാം നാം എത്ര തന്നെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയാലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടുകയില്ല, നമ്മെ വിജയത്തിലെത്തിക്കും എന്നുള്ള പൗലോസിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യത്തെ ഏറ്റെടുക്കാനായി സാധിക്കും. ക്രിസ്തു നമ്മിൽ രൂപപ്പെടാൻ വേണ്ടി ഈ പരിശുദ്ധ അമ്മ നമ്മൾക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. ആശ പറയുകയുണ്ടായി, എനിക്ക് ഈ ഗിഫ്റ്റ് തരണം, എൻ്റെ ബർത്ത്ഡേക്ക്, എൻ്റെ ആനിവേഴ്സറിക്ക് എല്ലാം ഗിഫ്റ്റ് തരണം. ഈശോ നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നീ വിശേഷവിധിയായി എന്തു ചെയ്തു എന്ന്. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ ഈശോയ്ക്ക് നാം എന്ത് ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് നമ്മുടെ വിശേഷവിധിയായി ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും. ഈശോ നമ്മോട് ചോദിക്കും, എനിക്ക് വിശന്നപ്പോൾ, എനിക്ക് ദാഹിച്ചപ്പോൾ, ഞാൻ പരദേശിവാസിയായിരുന്നപ്പോൾ, ഞാൻ നഗ്നനായിരുന്നപ്പോൾ നീ എനിക്ക് തന്ന ഗിഫ്റ്റ് എന്താണെന്ന് ഈശോ നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് വലിയ ഉത്തരങ്ങൾ അതിനുണ്ടായിരിക്കണമെന്ന് ഉടമ്പടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആശയ്ക്ക് ഒരുപാട് നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും അഭിഷേകങ്ങളും എല്ലാം ലഭിച്ചിട്ടുണ്ട്. ഏത് നാട്ടിൽ പോയാലും എവിടെ ചെന്നാലും ഇനി ക്രിസ്തുവിൻ്റെ സാക്ഷ്യം ഒരിക്കലും ആശ മറച്ചു വയ്ക്കുകയില്ല എന്ന വലിയ ധൈര്യത്തോടെ ആശ ഇവിടെ നിറങ്ങുമ്പോൾ അവരുടെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയ്യടി നൽകി സാക്ഷ്യം നമുക്ക് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ മഹത്വപ്പെടുത്താൻ ഞങ്ങളെയും അനുഗ്രഹിച്ചതിനോർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും ആദ്യമേ തന്നെ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ജെയ്സി പ്രിൻസ്, ഇത് ഹസ്ബൻഡ് പ്രിൻസ്, മൂത്ത മകൻ റിച്ചാർഡ് അന്റോണിയോ, ഇളയ മകൻ ആൽഫി പ്രിൻസ്. ഞങ്ങൾ വരുന്നത് മുണ്ടമ്മേലി, കൊച്ചിയിൽ മുണ്ടമ്മേലി എന്ന സ്ഥലത്ത് നിന്നാണ്. എൻ്റെ ഇടവക സെൻറ്റ് ലൂയിസ് ചർച്ച്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ 11-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ ഹസ്ബൻഡ് 14 വർഷത്തോളം വിദേശത്തായിരുന്നു. എനിക്കും ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അധ്വാനിച്ചിട്ടും സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനോ നല്ലൊരു ഭവനം വയ്ക്കാനോ ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നു പോകുമ്പോഴേക്ക് ഇത്രയും നാളും വിദേശത്ത് നിന്ന് ആളുടെ ഒരവസ്ഥ അല്ലല്ലോ എന്ന് ഓരോരുത്തർ ചോദിക്കുമായിരുന്നു. പലരുടെയും ചോദ്യം ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ബോധ്യത്തിൽ ഹസ്ബൻഡ് അനാവശ്യമായി പൈസ കളയുന്ന ഒരാളല്ല, ഞാനും ആ രീതിയിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
പക്ഷേ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നവർ തന്നെ എൻ്റെ പിടിപ്പുകേടും എൻ്റെ കഴിവില്ലായ്മയാണ് ഇങ്ങനെയൊക്കെ ആയെന്നുള്ള വിധത്തിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്ക് മെൻ്റലി ഡൗണായി ആകെ ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്നൊരവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ആദ്യത്തെ 2 പുതുക്കലും വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഞാനും പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു. പക്ഷേ 3ാമത്തെ പുതുക്കൽ ഹസ്ബൻഡ് വിദേശത്ത് നിന്ന് വന്നായിരുന്നു. ആ സമയത്ത് ഞാൻ ജോലി നിർത്തിയൊരു പലചരക്ക് കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിലും കുറേ ബുദ്ധിമുട്ടുള്ള സമയത്താണ് ആ 3ാമത്തെ പുതുക്കലിൽ ഞങ്ങൾ ഇവിടെ വന്നത്. അന്ന് മെയിനായിട്ട് വെച്ചത് ഒന്നെങ്കിൽ പലചരക്ക് കട മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണേ, അല്ലെങ്കിൽ അത് നിർത്തിയാൽ അതിൻ്റെ മേലുള്ള കടം വീട്ടാനുള്ള വിധത്തിലൊരു ജോലി തന്ന അമ്മ അനുഗ്രഹിക്കണേ എന്നാണ് ആദ്യം വെച്ചത്. പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് മോൻ +2 കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ SSR നേവിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സെലക്ഷൻ കിട്ടണമെന്നും അമ്മയോട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെച്ചത് ഹസ്ബൻഡിൻ്റെ കാര്യമാണ്. ആ കമ്പനിയിൽ വലിയ ഗുണമൊന്നും ഇല്ലെങ്കിലും ഹസ്ബൻഡ് നിർത്തി പോരാതെ എപ്പോഴും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ ഒന്നെങ്കിൽ ആ കമ്പനിക്കൊന്ന് മെച്ചപ്പെടുത്തി കൊടുക്കണം, അല്ലെന്നാണെങ്കിൽ ഹസ്ബൻഡിന് അത് നിർത്തി പോരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരണേ എന്ന്. ആ 3ാമത്തെ പുതുക്കലിൽ തൊട്ടടുത്തുള്ള 3 മാസമായിട്ട് അമ്മ ഞങ്ങൾക്ക് ഇതെല്ലാം ക്രമപ്പെടുത്തി തന്നത് എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയില്ല. ആദ്യമേ തന്നെ മോന് നേവിയിൽ അപ്ലൈ ചെയ്തത് പല കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ കുറവുകളും നിറവുകളാക്കി അമ്മ ഓരോ എക്സാമിലും PFTയും ട്രിവാൻഡ്രത്ത് പോയത് എക്സാമൊക്കെ എല്ലാം അനുഗ്രഹിച്ച് പാസ്സാക്കി കൊടുത്തു. അവിടെ സെലക്ഷൻ കിട്ടി. ഇപ്പോൾ 2 വർഷമായിട്ട് മോൻ ഗോവയിൽ അവിടെ സ്ഥിരമായി തുടരുന്നു. അമ്മയുടെ അനുഗ്രഹത്താൽ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി അതിന് പറയുന്നു. പിന്നെ എൻ്റെ കാര്യം, കട എനിക്ക് നടത്താൻ സാധിച്ചില്ല. പക്ഷേ 2.5 ലക്ഷത്തോളം വലിയൊരു കടമായിട്ടാണ് ഞാൻ ആ കട അടയ്ക്കുന്നത്. പക്ഷേ ആ ആഴ്ചയിൽ തന്നെ എനിക്ക് അതിൻ്റെ കടം വീട്ടാനുള്ള വിധത്തിൽ ഒരു സാലറിയോടുകൂടി നല്ലൊരു ജോലി തന്ന് അമ്മ അനുഗ്രഹിക്കുകയുണ്ടായി. ഇപ്പോൾ ആ കടങ്ങളെല്ലാം ഒരു ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നിമിഷം വരെ അമ്മ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും അതിനും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ കാര്യം, വിദേശത്തേക്ക് തിരിച്ചു പോയപ്പോഴേക്ക് അറബാവിയുടെ ഓഫീസിൽ ഹസ്ബൻഡ് ഉപ്പിട്ട് വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ അറബാവ് കമ്പനിയുടെ ഒരു കാര്യം അവിടെ ഡിക്ലെയർ ചെയ്തു. കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, എല്ലാവർക്കും സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് പോകാവുന്ന വിധത്തിൽ അത് ഹസ്ബൻഡിന് അത് വേണ്ട, അവിടെ നിൽക്കേണ്ട എന്ന വിധത്തിലുള്ള ഒരു സാഹചര്യം പെട്ടെന്ന് ഒരുക്കി തന്നു. അങ്ങനെ എന്നെ സംബന്ധിച്ച് അതെല്ലാം അമ്മ റെഡിയാക്കി തന്നതാണ്. അമ്മ ഈശോ വഴി തന്ന അനുഗ്രഹത്തിന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ 3 ഇവിടെ നിന്ന് അമ്മ വഴി ഈശോ നേടിത്തന്ന അനുഗ്രഹങ്ങൾ. പിന്നെ നാട്ടിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് നിന്ന ശേഷം പ്രിൻസിന് മുന്നോട്ട് നിന്ന് പോകാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. കാരണം 14 വർഷത്തോളം നല്ല ഗ്യാപ്പായിരുന്നു. മരപ്പണിക്കാരനാണ്. പലയിടത്തും പിടിച്ചു നിൽക്കാൻ കുറേ ബുദ്ധിമുട്ടി. ആ സമയത്ത് എൻ്റെ കൂടെ പ്രാർത്ഥനയിൽ ഇരുന്നിട്ട് ആകെ ഹസ്ബൻഡ് പറഞ്ഞിരുന്നത്, എനിക്കൊരു തച്ച് മുടങ്ങാതെ എന്നും ജോലി കിട്ടണേ മാതാവേ എന്നാണ്. ആ നിമിഷം തൊട്ട് എനിക്ക് തോന്നുന്നു ഈ നിമിഷം വരെ ഒരു നല്ലൊരു കോൺട്രാക്ടറുടെ കീഴിൽ പണി മുടങ്ങാതെ എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമാധാനപരമായി ജീവിച്ചു പോകാൻ ഞങ്ങളെ ഈശോയും അമ്മയും ഒത്തിരി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഒരു രോഗസൗഖ്യമാണ്. എനിക്കൊരു 8 വർഷത്തോളമായി യൂറിനൽ ഇൻഫെക്ഷനും ഇച്ചിങ്ങും ഉണ്ടായിരുന്നു. അത് ഒത്തിരി മരുന്ന് കഴിച്ചു ഓയിൽമെൻറ്റ് വരട്ട് ഒരു മാറ്റവും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആ സമയത്ത് ഞാനൊരു സാക്ഷ്യത്തിൽ ഒരു അമ്മച്ചി ഈ ഉപ്പിട്ട് തൈലം ഉപയോഗിച്ച് ഇത് മാറിയ സൗഖ്യം പറഞ്ഞു. അപ്പോഴാണ് എനിക്കും തോന്നിയത് ഞാനും ഉടമ്പടി അല്ലേ, എനിക്കും അത് ഉപയോഗിച്ചുകൂടെ എന്ന്. അപ്പോൾ ഞാനും കുളിക്കാനുള്ള വെള്ളത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു. പിന്നെ ആ 2024 ഒക്ടോബറിലെ ജപമാല റാലിയിലും ഈ ഒരു സൗഖ്യം തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പങ്കെടുത്തത്. എനിക്കതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ടും മാറി. ഇന്നെനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല. ജോലി സ്ഥലത്താവട്ടെ എവിടെ ആവട്ടെ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എവിടെയും പോകാനും യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അത് ഈ അമ്മ വഴി ഈശോ തന്ന അനുഗ്രഹമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് ഞങ്ങളൊരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു. 2024 മെയ് 5 ഇവിടെ വന്ന് ചോദിച്ചു. പിറ്റേ മാസം ഇവിടെ വരുന്നതിന് മുമ്പ് അമ്മയെ ഞങ്ങൾക്കൊരു കാറ് തരണേ എന്ന്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അമ്മ സമയത്തിന് മേലെ അധികാരമുള്ള അമ്മയാണെന്ന്. മെയ് 5 ചോദിച്ചത് ജൂൺ 9 ഞായറാഴ്ചയാണ് ഞാൻ ഇവിടെ വരേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് ജൂൺ 5 ഞങ്ങൾ പൈസ പോലും ഫുള്ള് കൊടുത്ത് തീർത്തിട്ടില്ല.
അല്ലാതെ തന്നെ ഞങ്ങൾക്ക് ആ കാറ് ഞങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചു തന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ അടുത്തതായിട്ട് എൻ്റെ അമ്മച്ചിയുടെ ഒരു രോഗസൗഖ്യമാണ്. അമ്മച്ചിക്ക് 2016 തൊട്ട് ലിവർ സിറോസിസ് ഉള്ള വ്യക്തിയാണ്. അമ്മച്ചിക്ക് അതിൻ്റെ കൂടെ തന്നെ ഓവർ ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു. ഓവർ ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആൾ വീണ് പോയത് കണ്ടിട്ടാണ് ഞാൻ ലീവ് എടുത്ത് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ വന്നത്. അച്ഛനെ കണ്ടു. അച്ഛൻ മാതാവിനെ മുത്തിച്ചിട്ട് ഒരു ലോക്കറ്റ് തന്നു. ആ ലോക്കറ്റും കൊണ്ട് വീട്ടിൽ ചെന്ന് അമ്മച്ചിക്ക് കൈ മാറിയ നിമിഷം തൊട്ട് പൂർണ്ണ സൗഖ്യമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അമ്മച്ചിയുടെ ആ അവസ്ഥ മാറി. സ്വന്തമായിട്ട് അത് ക്ലീൻ ചെയ്യാനോ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തി കൊടുത്തു. ഞങ്ങളുടെ അവിടെ എല്ലാവരും പറയും അത് മാതാവിൻ്റെ ഒരു അത്ഭുതമായിട്ട്. എല്ലാവർക്കും അത് അമ്മച്ചിനെ കാണുന്ന എല്ലാവരും ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അത് പറയും. അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ആത്മീയമായിട്ട് എനിക്ക് വന്ന മാറ്റം എന്ന് വെച്ചാൽ, ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്ന ഒരാളായിരുന്നില്ല. പ്രാർത്ഥനയൊക്കെയാണ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത ശേഷം ഞാനും ഹസ്ബൻഡും മുടങ്ങാതെ പള്ളിയിൽ പോകും. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയും കൃത്യമായിട്ട് ചെല്ലും. അതുപോലെ കിട്ടുന്ന സമയത്തൊക്കെ എൻ്റെ ജോലി സ്ഥലത്ത് എനിക്ക് ഒത്തിരി കൊന്ത ചെല്ലാനുള്ള ഒരു അവസരമുള്ള ഒരു ജോലി സ്ഥലമാണ്. അവിടുത്തെ മേഡവും അങ്ങനെ തന്നെ, ചെല്ലുന്നതിലും പ്രാർത്ഥന കേൾക്കുന്നതിലൊന്നും ഒരു ഇതിനും പറയില്ല. അപ്പം ഞാൻ ഒത്തിരി സമയം പ്രാർത്ഥന ചൊല്ലുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ കൃപാസന പത്രം വാങ്ങിച്ച് ഞാൻ വിതരണം ചെയ്യുന്നുണ്ട്. എനിക്കറിയുന്നിടത്തും പള്ളിയിലും പറ്റുന്ന സ്ഥലത്തൊക്കെ. അതുകൂടാതെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ആദ്യം സ്റ്റാർട്ടിങ് ട്രബിൾ ആയിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ. പക്ഷേ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലെ റോസി ചേച്ചി ബ്രദറും കൂടി എല്ലാ ആതുരാലയങ്ങളിലും പൊതിച്ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് അറിഞ്ഞ നിമിഷം തൊട്ട് ഞാൻ എന്നും ജോലിക്ക് പോകുന്ന വഴി പൊതിച്ചോറ് അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതുപോലെ എനിക്ക് ജോലി കിട്ടിയിട്ടുള്ള സമയം തൊട്ട് ഈ നിമിഷം വരെ ഒരു വലിയ തുകയൊന്നുമല്ല, ഒരു 1000 രൂപ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടികളെ നോക്കുന്ന ഒരു സിസ്റ്ററിന് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ പിന്നെ ഞങ്ങളുടെ മുണ്ടമ്പലി പള്ളിയിൽ സേവർഗാൻ വട്ടയലച്ചൻ ദശാംശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞൊരു ധ്യാനം നടത്തിയപ്പോൾ അത്ര നാൾ തോന്നാത്തത് ഒരു കാര്യം എനിക്ക് തോന്നി. ശമ്പളം കിട്ടുമ്പോൾ വലിയ ശമ്പളമൊന്നുമല്ല, എന്നാലും കിട്ടുന്ന ശമ്പളത്തിൽ ഒരു 500 രൂപ സാലറി എടുത്തിട്ട് വരുമ്പോൾ തന്നെ പള്ളിയിൽ ഞാൻ നിക്ഷേപിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. മറവിയാൽ ഉപേക്ഷയാലും ഞാൻ എന്തെങ്കിലും സാക്ഷ്യത്തിൽ തെറ്റുകുറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈശോയ്ക്കും അമ്മയോടും മാപ്പ് പറയുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. വിശുദ്ധഗ്രന്ഥത്തിലെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം 13-ാം വചനമാണിത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മെറിറ്റും പോകുമ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന ഒരു വലിയ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി. ഇവിടെ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ, ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കരം പിടിച്ചുകൊണ്ട് നമ്മെ നടത്തുന്ന ഈശോയും അമ്മയും നമുക്ക് പുത്തൻ വഴികളാണ് തുറന്നു തരുന്നത്. പരിശുദ്ധ അമ്മ തുറന്നു തരുന്ന വഴികൾ നമ്മെ ഉടമ്പടികളുടെ പുതിയ അവകാശികളാക്കി മാറ്റുകയാണ്. മേരി ഫ്രാൻസിന എന്ന മകളും കുടുംബവും പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതും ഇതാണ്. ഈശോയും അമ്മയും ഒരുക്കി കൊടുത്ത പുത്തൻ വഴികളിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ ഇവർക്ക് ഈശോയും അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും സഹായവും മനസ്സിലാക്കാൻ സാധിച്ചു എന്നത്. ഈ മകൾ പറഞ്ഞത്, ഉടമ്പടി 3ാമത്തെ പുതുക്കല്ല്, അതായത് 2 പ്രാവശ്യം പുതുക്കിയിരുന്നു, കടബാധ്യതകളുണ്ടായിരുന്നു, എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിലാണ് ഉടമ്പടി എടുക്കുന്നത്. 3ാമത്തെ പുതുക്കല്ല് ആ 3 മാസം തുടർച്ചയായിട്ട് ഈശോയും അമ്മയും ഇവിടെ കാര്യങ്ങളിൽ ഓരോന്നായിട്ട് ഇടപെടുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. കടം കാരണം കട പൂട്ടാൻ വരുന്ന ആ സാഹചര്യത്തിൽ ഈശോ ഒരു പുതിയ ജോലി കൊടുത്തു. മകന് SSR അഗ്നിവീർ നേവിയിൽ ഒരു പുതിയ ജോലി കൊടുത്തു. 16 വർഷമായി ഗൾഫ് ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്ന ഹസ്ബൻഡിനും ഒരു വഴി വരുമാനത്തിനായിട്ടുള്ളൊരു വഴി തെളിച്ചു കൊടുത്തു. പിന്നെ ഉണ്ടായിരുന്ന രോഗസൗഖ്യമാണ്. ഈ മകൾക്കുണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷൻ 8 വർഷം ഉണ്ടായിരുന്ന യൂറിനറി ഇൻഫെക്ഷനാണ്. സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ഇവിടെ ഉടമ്പടി എടുത്ത ഉടനെ അവരുടെ ജീവിതത്തിൽ
ആ സൗഖ്യം നൽകി ഈ മകളെയും അമ്മയെയും സൗഖ്യമാക്കിയത്. പിന്നീട് ഇവരുടെ ഒരാവശ്യം അമ്മയുടെ സന്നിധിയിൽ വന്നു പോകാനായിട്ട് ഒരു യാത്രയ്ക്കുള്ള ഒരു വണ്ടി, ആ കാറും ഗ്രേ കളറിൽ തന്നെ, അമ്മയുടെ കളറിൽ തന്നെയാണ് ഇവരെ അനുഗ്രഹിച്ച് നൽകിയത്. സമയച്ചുരുക്കത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി കാത്തുപരിപാലിക്കുകയും ചെയ്യുന്നതെന്ന് നമുക്ക് ഈ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് വഴി അമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈശോയുടെ അമ്മ പറയുന്നത് എന്തും ഈശോ ചെയ്തു തരികയാണ്. കാനായിൽ വെച്ച് പറഞ്ഞതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ അമ്മ സ്വന്തം അവിടുത്തെ കാര്യം കൈകാര്യം ചെയ്യാൻ പോയില്ല. മകൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും അമ്മ മകനോട് ചെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നമുക്ക് കൂട്ടായി നിൽക്കുന്നത് ഈശോയും അമ്മയുമാണ്. ഇസ്രായേൽ ജനത്തെ വാഗ്ദാന ഭൂമിയിലേക്ക് നടത്തിയ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ നിയോഗം സമർപ്പിക്കുമ്പോഴും നമ്മൾ വിശ്വാസം നഷ്ടപ്പെടാതെ വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ നമുക്ക് ഉടമ്പടി ജീവിതം നയിക്കാം. ഓരോ പ്രാവശ്യവും നമ്മൾ അമ്മയുടെ സന്നിധിയിൽ വന്ന് പോകുമ്പോഴും അമ്മ നമ്മുടെ കണ്ണുനീര് തുടച്ച് നീക്കുകയല്ലാതെ അമ്മ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരുന്ന ഒരമ്മയാണ്. നമ്മൾ എത്ര ദൂരെ പോയാലും അമ്മ നമ്മുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നടത്തുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കും നമ്മുടെ ഓരോ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈശോയുടെ ഈശോയുടെ അമ്മയുടെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. ഈശോയും അമ്മയും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആലയത്തിൽ നിന്ന് പോകുമ്പോൾ വിശ്വാസത്തോടെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബമായി സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് റാണി ജോസഫ്. ഞാൻ കോട്ടയം ജില്ല വാഴൂർ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞങ്ങൾ ഒരു ആംഗ്ലിക്കൻ ചർച്ചിലെ വിശ്വാസിയാണ്. CMS സഭയിലാണ് ഞങ്ങൾ പോകുന്നത്. എനിക്ക് ഹസ്ബൻഡും 3 പെൺകുഞ്ഞുങ്ങളുമാണുള്ളത്. മൂത്ത മോളെ വിവാഹം കഴിച്ചു. മൂത്ത മോളും ഹസ്ബൻഡുമാണ് നിൽക്കുന്നത്. ഇളയ മോളാണ്. രണ്ടാമത്തെ മോൾ വന്നില്ല, ജോലി സംബന്ധമായിട്ട് വീട്ടിലിരിക്കുകയാണ്. ഞാൻ കൃപാസനത്തിൽ വന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ജീവിതത്തിൽ നേരിട്ട് ഞാൻ മരിക്കുവാൻ പോയൊരു വ്യക്തിയാണ്. അതെൻ്റെ വീട്ടിൽ ആർക്കും അറിയത്തില്ല. ജീവിതത്തിൽ ഒരുപാട് കടഭാരങ്ങൾ, ജീവിത പ്രശ്നങ്ങളൊക്കെ കാരണം ഒരു തരത്തിലും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ എൻ്റെ അടുത്ത ഒരു ആൻറ്റിയോട് ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചപ്പോൾ, ആൻറ്റി ഞാനിങ്ങനെ മരിക്കാൻ പോയതാണ്, അവിടുന്ന് എങ്ങനെയോ ഞാൻ രക്ഷപ്പെട്ടു വന്നു, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല എന്ന് ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റി എന്നോടൊന്നും പറഞ്ഞില്ല. ആദ്യമായിട്ട് എനിക്ക് കൃപാസനത്തിൽ ഒരു പത്രം എടുത്ത് തന്നു. എന്നോട് പറഞ്ഞു, നീ ഇന്ന് പോയി ഈ പത്രം വായിച്ചിട്ട്, ഈ പത്രം നിനക്ക് മനസ്സിലാവുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, നീ വായിച്ചിട്ട് നീ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നിനക്ക് എന്ത് തോന്നുന്നുവോ അതിൻ പ്രകാരം നീ ജീവിക്കാൻ പറഞ്ഞു. പക്ഷേ ഉടമ്പടി എടുക്കുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. ഞാനത് വായിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമാതാവേ, എനിക്ക് ഈ ഉടമ്പടി എന്താണെന്നോ കൃപാസനം എന്താണെന്നോ എനിക്കറിയില്ല. ഒന്നെങ്കിൽ എന്നെ നന്നായിട്ട് ജീവിപ്പിക്കണം, അല്ലെങ്കിൽ എന്നെ ഈ ലോകത്തിൽ നിന്ന് അങ്ങ് വിളിക്കണം. ഇത് രണ്ടും മാത്രമേ ഞാൻ അപേക്ഷിച്ചുള്ളൂ. അതിൻ പ്രകാരം ഞാൻ ഈ പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എനിക്ക് 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി 7/9/2024 ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. പക്ഷേ 6 നിയോഗങ്ങളിൽ ആദ്യം ഞാൻ ക്ലാസ് കേട്ടപ്പം ഞാൻ എൻ്റെ ആവശ്യമല്ല പറഞ്ഞത്, ദൈവമേ, എനിക്ക് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുവാൻ എന്നെ സഹായിക്കണം, എൻ്റെ കുടുംബം രക്ഷപ്പെടണം, എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തെ അറിയണം എന്ന് മാത്രം ഞാൻ ആദ്യത്തെ നിയോഗം എഴുതിയത്. അതിനുശേഷം എൻ്റെ ആവശ്യങ്ങളെല്ലാം എഴുതി. 6 നിയോഗങ്ങളെല്ലാം 6 കോടി നിയോഗങ്ങളാണ് ദൈവം എൻ്റെ അമ്മ മാതാവും എനിക്ക് സാധിപ്പിച്ച് തന്നത്.
അതിൽ എൻ്റെ മൂത്ത മോളും ഹസ്ബൻഡുമാണ് നിൽക്കുന്നത്. മോന് ജോലിയില്ലാതെ ജോലിയുണ്ട്, പക്ഷേ ശമ്പളമില്ലാതെ ഭാരപ്പെട്ടു. ഞങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ. പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി. ഞാനപ്പോൾ ഇങ്ങനെ ദൈവമാതാവിനോട് ഞാൻ എന്നും നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവേ, ഈ ക്രിസ്തുമസിന് എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വരുമ്പം സന്തോഷത്തോടു കൂടി അവരോടൊപ്പം ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന്. 24-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ മോൻ എന്നെ വിളിച്ചു, അമ്മേ എനിക്ക് ഓഫർ ലെറ്റർ വന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം മാതാവിന് കോടി നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന റൂമിൽ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. അവിടെ പോയി ഒന്നും പറഞ്ഞില്ല, എൻ്റെ കണ്ണ് നിറഞ്ഞങ്ങ് ഒഴുകി. ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, എനിക്ക് ഈ 2026 എന്നെ സാക്ഷ്യം പറയാൻ ഇനി അനുവദിക്കണം. എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്, എനിക്കത് പറയാൻ എന്നെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച് പ്രകാരം ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ കാല് കുത്തിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവഹിതമെങ്കിൽ അമ്മ മാതാവിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളെ ഇന്ന് ഭവനമായിട്ട് ഈ അൾത്താരയിൽ കയറ്റണമെന്ന്. അത് എനിക്ക് സാധിച്ചതിനായിട്ട് കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം എൻ്റെ ഇളയ മോള് LLBക്ക് അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ പ്രകാരം അവളെ കൊണ്ട് തൊടുപുഴ അല്ലസർ കോളേജിൽ ചേർത്തു. സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഒരു നിർവാഹവും ഇല്ലാത്ത ആൾക്കാരാണ്. ഹസ്ബൻഡിന് കൂലിപ്പണിയാണ്, ഞാനൊരു ജോലിക്കും പോകുന്നില്ലായിരുന്നു. 4 പ്രാവശ്യം ഞങ്ങൾ ലോൺ ആപ്ലിക്കേഷൻ വെച്ചു. ആ 4 പ്രാവശ്യവും ലോണ് റിജക്റ്റ് ആയിപ്പോയി. 2022 കുഞ്ഞിനെ ഞാൻ കോളേജിൽ ചേർക്കുന്നത്. പക്ഷേ 4ാമത്തെ തവണ ഞാനിവിടെ ഉടമ്പടി 7-ാം തീയതി സെപ്റ്റംബർ മാസം 2024 എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും തേച്ച് ഞങ്ങൾ ബാങ്കിൽ കൊണ്ട് ലോൺ ആപ്ലിക്കേഷൻ വെച്ചു. 4 പ്രാവശ്യം റിജക്റ്റായി പോയ ആ ലോൺ ആപ്ലിക്കേഷൻ 4 മണിക്കൂറിനുള്ളിൽ പാസ്സായി. എൻ്റെ കുഞ്ഞിൻ്റെ അക്കൗണ്ടിൽ ആ പൈസ കയറി. അവൾക്ക് സന്തോഷത്തോടു കൂടി പരീക്ഷ എഴുതാൻ സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് മുട്ടിന് വേദനയായിരുന്നു. മുട്ടിന് വേദനയായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പം ഡോക്ടർക്കൊരു ഡൗട്ട്, കാലിന് എന്നോട് പറഞ്ഞു എക്സ്റേയിലൊന്നും തെളിയുന്നില്ല, അതുകൊണ്ട് പോയി CT സ്കാൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്കപ്പം തോന്നി എന്തോ ഡൗട്ടുണ്ടെന്ന് തോന്നി. ഞാൻ ഉടനെ ഞാൻ എവിടെ പോയാലും എനിക്ക് കാശ് രൂപം തൈലമൊന്നുമില്ലെങ്കിൽ എനിക്കിപ്പം നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് എൻ്റെ ബലവ്. അപ്പം ഞാൻ കാലിൻ്റെ മുട്ടയിൽ തന്നെ ഞാൻ തൈലവും തേച്ച് കാശുരൂപം കയ്യിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് ഞാൻ ആ ടേബിളിൽ കയറി കിടന്നപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എന്നെ ഒരു രോഗിയാക്കി നീ തീർക്കല്ലേ, ഞാൻ നിൻ്റെ ദാസിയാണ്. എനിക്ക് ആ ദൈവവചനത്തെ ജീവിച്ച് എനിക്ക് അനേകരോട് എൻ്റെ സാക്ഷ്യം പറയാൻ എന്നെ സഹായിക്കണമെന്ന് അവിടെ ടേബിളിൽ കിടന്ന് പ്രാർത്ഥിച്ചു. ഏതായാലും CT സ്കാൻ എടുത്ത് ഡോക്ടറെ കാണിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, എനിക്കൊരു ഭയങ്കര ഡൗട്ടായിരുന്നു, അതൊരു ക്യാൻസറിൻ്റെ ആരംഭമാണോ എന്നൊരു ഡൗട്ടായിരുന്നു, പക്ഷേ ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ചിലപ്പം ക്യാൻസർ ആയിരുന്നായിരിക്കും, അത് എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എൻ്റെ അമ്മ മാതാവ് അത് മാറ്റി തന്നാന്ന് ഞാൻ ഡോക്ടറോട് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു. എൻ്റെ 2ാമത്തെ മോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് ഡോക്ടറുടെ മുമ്പിലിരുന്ന് ഞാൻ കരഞ്ഞായിരുന്നു. അങ്ങനെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. അതോടൊപ്പം എനിക്ക് ഒരുപാട് കടഭാരങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കടഭാരത്തിൽ നിന്നൊക്കെ ഞാൻ വിടുതൽ പ്രാപിച്ച് വരികയാണ്. അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ ചെറുതിലെ തൊട്ട് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് സൺഡേ സ്കൂളിന് പോവുകയും ദൈവവിശ്വാസത്തിൽ വളരുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ യഥാർത്ഥമായിട്ട് ദൈവം എന്താണ്, ദൈവസന്നിധിയിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, വിശ്വാസത്തിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളതെല്ലാം ഞാൻ ഉടമ്പടി എടുത്തേ പിന്നെയാണ് എനിക്കത് മനസ്സിലായത്. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് നന്നായിട്ട് എനിക്ക് പോകുവാൻ സാധിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതിലെല്ലാം ഉപരിയായിട്ട് എനിക്ക് ജോലിയില്ലായിരുന്നു. പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. 2015-20 ഞാനൊരു വാർഡ് മെമ്പറായിട്ട് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ ഞാനത് മനസ്സോടെ നിന്നതുകൊണ്ട് എനിക്ക് പിന്നീട് ആ ഫീൽഡിൽ പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട് പിന്നെ ഞാൻ നിന്നില്ല. ഞാനപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു. എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഞങ്ങളെ നോക്കുന്നത്. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റൽ ആരംഭിച്ചു. ഞാൻ അന്നേരത്തേക്ക് അവിടെ അപേക്ഷ വെച്ചപ്പോൾ എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ കാശുരൂപം കൈ പിടിച്ചുകൊണ്ട് ആ സാറിരിക്കുന്ന കസേരയുടെ തൊട്ടടുത്ത് ഞാൻ ആരുടെയും കാലെത്താത്ത രീതി ഞാൻ ആ സൈഡിൽ ഉപ്പ് വിതറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് സഹായിക്കാൻ എന്നെ നീ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവിനോട്. അപ്പോൾ എനിക്കറിയില്ല, കുറേ പേര് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തതാണ്. നല്ലൊരു സാലറിയിൽ എനിക്ക് ജോലി അവിടെ ലഭിച്ചു. ഞാനവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം
ജീവകാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് കൊണ്ടുപോയി ബസ് സ്റ്റാൻഡുകളിലും ആശുപത്രികളിലും ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ അനേകരോട് പറഞ്ഞ് കുറേ പേരെ എനിക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ചെയ്യുന്ന പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് എനിക്ക് കിട്ടുന്നതിലൊരു വീതം ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ വസ്ത്രങ്ങൾ കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അനാഥാലയങ്ങളിൽ ചെന്ന് അവരെ കാണുകയും, അതൊക്കെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അനാഥാലയങ്ങളിൽ ചെന്ന് ഞങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ 2 സ്നേഹക്കൂടുണ്ട്, പിന്നെ മന്ദിരമുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്കിനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വത്തോ സമ്പത്തോ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ മരിക്കുന്നവരെയും ആ നിത്യതയിലെത്തുവാൻ വേണ്ടിയും എൻ്റെ കുഞ്ഞുങ്ങളും ഞങ്ങൾ ഭവനമായിട്ട് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്ന ആ ഒരു ജീവിതം ഈ ലോകത്തിൽ എനിക്ക് മതി എന്നാണ് ഞാൻ എൻ്റെ ദൈവമാതാവിനോടും എൻ്റെ യേശുപ്പച്ചനോടും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇനി എൻ്റെ മോക്ക് കൊടുക്കാം, ബാക്കി സാക്ഷ്യം മോള് പറയുന്നതായിരിക്കും. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട, എൻ്റെ പേര് ജസ്ന ജോസഫ്. ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ സിസ്റ്ററും ബ്രദറുമാണ്. ഞാൻ 17/8/2024 ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ 2022 ഞാൻ LLBക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 2022 ജോയിൻ ചെയ്ത സമയത്തിന് ഞങ്ങൾ എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് 2 തവണ റിജക്റ്റ് ആയിപ്പോയി. ആദ്യം എൻ്റെ അമ്മേനെ വെച്ചിട്ട് രോമിനിയാക്കി വെച്ച് എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്ത സമയത്ത് അമ്മച്ചിയുടെ ഒരു ഇഷ്യൂ കാരണം അത് റിജക്റ്റ് ആയിപ്പോയി. രണ്ടാമത് ഞാൻ എൻ്റെ അച്ചാച്ചനെ വെച്ച് ചെയ്തു, അതും റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിലിങ്ങനെ കിടക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ആ നിയോഗം ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി. അതിന് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ബാങ്ക് മാനേജർ ഞങ്ങൾ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു വേറെ ആരെങ്കിലും നോമിനി ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ സിസ്റ്ററിനെ ഞാൻ നോമിനി ആക്കി വെച്ചിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് അവർ പറഞ്ഞു ഇത് ഓക്കെ ആകും, വെയിറ്റ് ചെയ്യും, നമുക്ക് ലോൺ അപ്രൂവ് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ അടുത്തൊരു പ്രശ്നം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു ഓൺലൈൻ മണി ആപ്പ് വഴിയിട്ട് ഞാനൊരു കുറച്ച് പൈസ ലോണാക്കി എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരത് അടയ്ക്കാഞ്ഞുകൊണ്ട് എൻ്റെ സിബിൽ സ്കോർ അങ്ങ് കുറഞ്ഞു പോയി. എനിക്ക് 700 എബോ എനിക്ക് സിബിൽ സ്കോർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ലോൺ അടയ്ക്കാതെ പോയി എനിക്ക് 600 താഴെയായിപ്പോയി എൻ്റെ സിബിൽ സ്കോർ. അപ്പം ആ ഒരു കാരണം കൊണ്ട് എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പിന്നെ റിജക്റ്റ് ആയി. അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞു ഇങ്ങനെ മണി ആപ്പ് വഴി എടുത്ത് ലോൺ ആയിട്ടും അത് അടയ്ക്കാത്തതായിട്ടും എനിക്കിനി സിബിൽ സ്കോർ കൂടാനായിട്ട് 1, 2, 3 വർഷമൊക്കെ എടുക്കും, എനിക്ക് എന്തായാലും അത് കൂടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ പ്രതീക്ഷ ഒന്നും കൂടെ പോയി. പക്ഷേ എങ്കിലും രണ്ടാമതൊരു പുതുക്കാൻ വന്ന സമയത്ത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ നിയോഗം എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ പാസ്സാക്കി തരണേ എന്ന് പറഞ്ഞു ഞാൻ നിയോഗം ഒന്നും കൂടെ വെച്ചു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം ഞാൻ അത് കഴിഞ്ഞ ശേഷം എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ ഞാനിവിടെ ചേച്ചിക്ക് പുതുക്കാനായിട്ട് വന്ന സമയത്ത് ഞാൻ നിത്യാരാധനയിൽ പോയി ഇന്ന് പ്രാർത്ഥിച്ചപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ആരോ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി, സിബിൽ സ്കോർ ചെക്ക് ചെയ്യൂ, നമുക്ക് ഗൂഗിൾ പേയിൽ ചെക്ക് ചെയ്യാമല്ലോ, സിബിൽ സ്കോർ ചെക്ക് ചെയ്യുമെന്ന് എനിക്കിങ്ങനെ മനസ്സിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു. ഞാനപ്പം തന്നെ എൻ്റെ ഫോൺ എടുത്ത് സിബിൽ സ്കോർ ചെക്ക് ചെയ്ത സമയത്ത് 640 കിടന്ന് എൻ്റെ സിബിൽ സ്കോർ 760 ഇൻക്രീസ് ചെയ്തു. 2-3 വർഷത്തിനുള്ളിൽ ഇൻക്രീസ് ആവത്തുള്ളൂ എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ എനിക്കത് അപ്പം തന്നെ എനിക്കതായി കിട്ടി. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും എഡ്യൂക്കേഷൻ ലോൺ വെച്ചു. 4ാമത് പിന്നെ വെച്ചു. എല്ലാം ഓക്കെ ആയി. ഞങ്ങൾ സൈൻ ഇടാനായിട്ട് ബ്രാഞ്ചിൽ ചെന്ന സമയത്താണ് അവർ പറയുന്നത്, കാരണം നമ്മൾ 2022 വെച്ച ലോണാണ്, അപ്പോൾ എൻ്റെ പല ബില്ലും ഞാൻ അടച്ച പേയ്മെൻറ്റ് ചെയ്ത പല ബില്ലും ഇൻവാലിഡ് ആയിപ്പോയി, എനിക്കതിൻ്റെ പൈസ ഒന്നും കിട്ടത്തില്ല പറഞ്ഞു. ഇനി വേണമെങ്കിൽ ഇനിയുള്ളതിന് നോക്കാം, ഇനി 1 വർഷം കൂടെ ഉണ്ട്, ആ വർഷത്തിന് വേണേൽ ഫീസ് 2 സെമസ്റ്റർ കൂടെ ഉണ്ട്, അത് വേണമെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബില്ലെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയിട്ട് എനിക്ക് കോളേജിൽ നിന്ന് കിട്ടിയത്. അപ്പം അത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ആക്കി തരാൻ പറ്റത്തില്ല, ഓരോ ബില്ല് വെച്ചിട്ട് അടച്ച ആ ഡേറ്റ് വെച്ചിട്ട് കൊണ്ട് തരണം എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പെട്ടെന്ന് കോളേജിൽ നിന്ന് എടുത്ത് തരാനും പറ്റത്തില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ബില്ല് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോവുകയും ചെയ്തു. ഞാൻ കോളേജിൽ ചെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ബ്രാഞ്ചിൽ പോയിട്ട് പിന്നെയും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ കോളേജിൻ്റെ ലെറ്റർ പാഡിൽ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴാണ് അവർ പറഞ്ഞു അത് ഉറപ്പൊന്നും ഇല്ല, കാരണം ഇങ്ങനെ തരാൻ പറ്റത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ വെച്ച് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോളേജിൽ പോയിട്ട് ലെറ്റർ പാഡിൽ പ്രിൻസിപ്പലിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു, എഴുതിക്കൊണ്ട് ബ്രാഞ്ചിൽ കൊടുത്ത സമയത്ത് എങ്ങനെയെന്നറിയില്ല എനിക്ക് ഒരു ലോൺ അവർ പറഞ്ഞിരുന്നു ഇതിപ്പോൾ കൊടുത്തെന്ന് പറഞ്ഞാലും 2-3 ദിവസത്തിനുള്ളിലേ നിങ്ങൾക്ക് ഇത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് തന്നെ എനിക്ക് 4 തവണ റിജക്റ്റ് ആയ ലോണാണ്. എനിക്ക് 4 മണിക്കൂർ കൊണ്ട് മാതാവ് എനിക്കത് സാധ്യമാക്കി തന്നു. അത് എൻ്റെ കഴിവും കൊണ്ടല്ല, കാരണം എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്കതൊരിക്കലും
പാസ്സായി കിട്ടത്തെ എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ എനിക്ക് 4 തവണ റിജക്റ്റ് ആവത്തില്ലായിരുന്നു. മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത്. പിന്നെ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത്. കാരണം എക്സാമിൻ്റെ സമയത്തായിരിക്കും സെമസ്റ്റർ ഫീസ് അടയ്ക്കേണ്ട ടൈം വരുന്നത്. അപ്പോഴൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എക്സാം എഴുതാൻ പറ്റില്ലല്ലോ. അപ്പം ഒത്തിരി മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ് മാതാവ് എനിക്ക് അനുഗ്രഹിച്ചത്. ഞാൻ 2 സെമസ്റ്റർ എനിക്ക് സമാധാനത്തോടെ എക്സാം എഴുതാനായിട്ട് പറ്റി. പിന്നെ ഞാൻ എൻ്റെ LLB എക്സാം എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താലാണ് ക്ലിയർ ആയത്. ഓരോ സെമസ്റ്റർ എക്സാമിന് പോകുമ്പോഴും ഞാൻ കാശ് രൂപം കൊണ്ടാണ് കയറുന്നത്. കാശ് രൂപം എപ്പോഴും എൻ്റെ കയ്യിൽ കാണും. നെറ്റിൽ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഉപ്പ് എൻ്റെ പോക്കറ്റിൽ എടുത്തിടും. എന്നിട്ട് ഞാൻ എക്സാം എഴുതി തുടങ്ങുന്നതിന് മുന്നേ ഉപ്പ് ഞാൻ ഇരിക്കുന്നിടത്ത് വിതറും. അതുപോലെ തന്നെ എൻ്റെ ആൻസർ ഷീറ്റിൽ ഉപ്പ് വിതറിയിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. എണ്ണ വെച്ച് തൈലം വെച്ച് കുരിശും വരയ്ക്കും. അങ്ങനെ ഞാൻ കൊടുക്കാറുള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ LLB എക്സാം 2nd ക്ലാസ്സോടെ പാസ്സായി. ജനുവരിയിൽ ഞാൻ അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് 2025 ജനുവരിയിൽ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ വന്നിരുന്നു. യൂറിനറി ഇൻഫെക്ഷൻ വന്നത് കൂടിയിട്ട് എനിക്ക് ബാക്ടീരിയയുടെ പ്രസൻസും കിഡ്നി സ്റ്റോണും ഡിറ്റക്റ്റ് ചെയ്തു. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പിട്ട് കൊടുക്കുകയും റിപ്പോർട്ടിലെല്ലാം തൈലെല്ലാം തേച്ച് കൊടുത്തു. അതിൻ്റെ ഒരു ഫലമായിട്ട് നോ ബാക്ടീരിയ എന്ന് പറഞ്ഞ റിസൾട്ട് എനിക്ക് കിട്ടി. അത് മാതാവ് തന്ന വലിയ അനുഗ്രഹമാണ്. ഇത്ര അനുഗ്രഹം എനിക്ക് തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം, കൃപാസനം പത്രം ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ പള്ളികളിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി പള്ളികളിലൊക്കെ എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് കൊണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ബസ് സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ ഉടമ്പടി ധ്യാനങ്ങളും ഡെയിലി ബ്രെഡും ഒക്കെ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഭക്ഷണം ഇല്ലാത്തവർക്ക് പൊതിച്ചോറ് കൊണ്ട് കൊടുക്കും. പിന്നെ നമ്മൾ അനാഥാലയങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്യും, അവരോട് സംസാരിക്കും, അവരോട് ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനമാണിത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് അവൻ കാണിച്ച വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും, നല്ലതായാലും കഷ്ടത നിറഞ്ഞതായാലും നഷ്ടമായാലും വേദനകളായാലും ദുരന്തങ്ങളായാലും എല്ലാം നമ്മുടെ നന്മയ്ക്കായി ഭവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾക്കിപ്പോൾ വേദനയാകുന്ന തോന്നുന്ന പല കാര്യങ്ങളും പോലും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വലിയ നന്മയുടെ ഭാഗമായിരിക്കാം. ഈ മകളും കുടുംബവും റാണി ജോസഫും മകൾ ജസ്ന ജോസഫും നമ്മളോട് ഷെയർ ചെയ്തു. അതുതന്നെയാണ്, വേദനയുടെ നിമിഷങ്ങളിൽ എവിടെ പോകുമെന്ന് വിചാരിച്ച് സാമ്പത്തിക കഷ്ടപ്പാടിൻ്റെ സമയത്ത് ഒരു കച്ചിത്തുരുമ്പ് പോലെയാണ് കൃപാസനത്തിലെ പത്രം ഈ മകളുടെ കൈവശം വരുന്നത്. കൃപാസന പത്രം എത്രയോ പേരുടെ ജീവിതത്തിലാണ് ഒരു പുതിയ പ്രകാശമായി, ഒരു പുതിയ വഴിയായി, അവരുടെ ജീവിതത്തിൽ നന്മ വിതച്ച് ഒരു പുതിയ ഭാവി, ഒരു പുതിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു ഭാഗമായി മാറുന്നത്. ഈ മകളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട സമയത്താണ് അടുത്തുള്ള ഒരു ചേച്ചി വായിച്ചു നോക്കൂ എന്ന് മാത്രമേ പറഞ്ഞോളൂ. ആ നഷ്ടപ്പെട്ട സമയത്ത് ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ അത് എങ്ങനെയാകുമെന്ന് ഓർത്തായിരിക്കാം പത്രം വായിക്കാൻ പറഞ്ഞു. പിന്നെയാണ് ഈ മകളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു പുത്തൻ വഴി ഈശോയും അമ്മയും തുറന്നു കൊടുത്തത്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഈശോയും അമ്മയും ഏറ്റെടുത്ത് നടത്തുകയാണ് ഈ മക്കളുടെ ജീവിതത്തിൽ. ഇളയ മകൾക്ക് LLB പഠിക്കാനും സ്വന്തമായിട്ട് ജോലി ലഭിക്കാനും രോഗസൗഖ്യം ലഭിക്കുകയും ലോണിന് സിവിൽ സ്കോർ ഇൻക്രീസ് ആക്കി കൊടുക്കുകയും ചെയ്ത എല്ലാം ഓരോ കാര്യങ്ങൾ ഇത്രയും വർഷം നടക്കാത്ത കാര്യങ്ങളാണ് ഈശോയും അമ്മയും ചേർന്ന് നിന്ന് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്ത ഉടനടി ഇവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് ചെയ്തു കൊടുത്തത്. ഇതാണ് നമ്മൾ പറയുന്ന വിശ്വാസം, എല്ലാം നന്മയ്ക്കായി എന്നുള്ളൊരു വിശ്വാസം. ഈ മകൾ വിശ്വാസം കൈമാറ്റം ചെയ്യാനും മറന്നില്ല. സ്വന്തം മക്കളെയും മരുമകനെയും എല്ലാവരെയും ഉടമ്പടി ജീവിതത്തിലേക്കാണ് നയിച്ചത്. നമ്മുടെ ജീവിതത്തിലും വേദനയ്ക്കുള്ളിൽ ദൈവം പ്രവർത്തിക്കുമെന്ന വിശ്വാസം നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാം നന്മയ്ക്കായി ജീവിച്ച പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി, മഹാപദ്ധതിയിലേക്ക് ചേർന്ന് പ്രവർത്തിച്ചതാണ് അമ്മ. അമ്മയ്ക്ക് എല്ലാം മുൻപേ മനസ്സിലായിരുന്നില്ല, എന്നിട്ടും അമ്മ അത് വിശ്വസിച്ചു.
അമ്മ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അമ്മയുടെ ജീവിതത്തെക്കാൾ മുൻഗണന നൽകി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിലും നമുക്കും വിശ്വസിച്ച് ഇപ്പോൾ വേദനിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ കയ്യിൽ നാളെയുടെ നന്മയായി പരിണമിക്കാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നയിക്കാം. റാണി ജോസഫിൻ്റെ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവിൻ്റെ പേര് സാറാമ്മ, ഇതെൻ്റെ മകൾ മഞ്ജു. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യം പറയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ 2022 ഇവിടെ വന്ന് മെയ് മാസം 17-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യം തന്നെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചത് എനിക്കൊരു ഭവനമില്ലായിരുന്നു. ആ ഭവനത്തിന് വേണ്ടിയിട്ടായിരുന്നു. 2024 ആയപ്പോഴത്തേക്കിനും എനിക്കൊരു ഭവനം പഞ്ചായത്തിൽ ഞാൻ എഴുതി കൊടുത്തായിരുന്നു. അവിടുന്ന് എനിക്ക് ആ പൈസ പാസ്സായി. 2024 ഡിസംബർ 7-ാം തീയതി പണി തുടങ്ങി. ഏപ്രിൽ 7-ാം തീയതി ഞാൻ കയറി താമസിച്ചു. മാതാവ് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് 2016 എൻ്റെ വലത്തുവശത്തെ ചെവിടിൻ്റെ ഇവിടെ ഉമിനീര് ഗ്രന്ഥിയിൽ ഒരു വേദന വന്നു. ഡോക്ടറെ പോയി കണ്ടപ്പം ഡോക്ടർ മരുന്ന് കഴിക്കാൻ പറഞ്ഞു. അതങ്ങനെ അങ്ങ് മാറി. പിന്നെ 2025 ആയപ്പോഴത്തേക്കിന് എനിക്കിവിടെ വലത്തുവശത്തെ ഗ്രന്ഥിയിൽ നീര് വരികയും അവിടെ നിന്ന് പഴുപ്പ് വരികയും ചെയ്തു. ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, സ്കാനിങ് ഒക്കെ എടുത്ത് ഓപ്പറേഷൻ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അവിടെ പ്രശ്നങ്ങൾ വരും. ഒരു വശത്തേക്ക് കോടി പോകുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഒരു വശം തളർച്ച സംഭവിക്കുമെന്ന് പറഞ്ഞു. മാതാവിനോട് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് മാതാവിനോട് ഈശോയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 5-8 ഡോക്ടർമാരെ കണ്ടപ്പോൾ ആ ഡോക്ടർമാരെല്ലാം ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. ഇപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താൽ അവിടെ കല്ലുമില്ല, പഴുപ്പുമില്ല, ഒന്നുമില്ല. മാതാവ് ഈശോയും ഒത്തിരി അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ചെയ്തു. എത്ര നന്ദി പറഞ്ഞാലും പോരാ. ഇനി പറയാനുള്ളത് എൻ്റെ മകൾ പറയും. ഞാനും 2022 മെയ്യിലാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ IELTS എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത്. അങ്ങനെ 3 തവണ എഴുതിയപ്പോഴും എനിക്ക് കിട്ടിയില്ല. 0.5 ഞാൻ പോവായിരുന്നു. അപ്പോൾ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ വിദേശത്ത് പോകാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇസ്രായേലിന് പെട്ടെന്ന് ശരിയായി. പെട്ടെന്ന് എല്ലാ പ്രോസസ്സിങ് എല്ലാം ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഇൻ്റർവ്യൂവിന് ഞാൻ കയറിയ സമയത്ത് എൻ്റെ പേഷ്യൻ്റ് മരിച്ചുപോയി. എൻ്റെ വിസ പെട്ടെന്ന് ക്യാൻസലായി. അവിടെ നിന്ന് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത് എനിക്ക് വിസ വന്നു അവിടെ ഇപ്പോൾ ഇസ്രായേലിൽ ഞാൻ ജോലി ചെയ്യുവാണ്. അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈശോ മാതാവ് എനിക്ക് നല്ലത് തരാൻ വേണ്ടിയായിരുന്നു എനിക്ക് ആദ്യത്തെ വിസ ക്യാൻസലായതെന്ന്. ഞാൻ UK പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു. എന്താ എനിക്ക് അവിടെ ശരിയാവാതിരുന്നത്. ഇപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു പറയുമ്പം ഞാൻ വിചാരിക്കും എനിക്ക് മനസ്സിലായി മാതാവ് നല്ലതിന് വേണ്ടി എന്നെ ഇസ്രായേലിന് വിട്ടത്. UK ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കഷ്ടപ്പാടായിരിക്കുമെന്ന് മാതാവിനത് അറിയാവുന്നതുകൊണ്ടാണ് എന്നെ ഇസ്രായേലിലേക്ക് വിട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഉടമ്പടി എടുത്ത പിന്നെ ഞാൻ എന്നും പള്ളിയിൽ പോകുമായിരുന്നു. അതിനു മുമ്പ് ഞാൻ നേഴ്സാണ്. ജോലിക്ക് പോകുന്ന സമയത്ത് ആരെങ്കിലും ചോദിക്കും കുർബാനയ്ക്ക് പോയോന്ന് ചോദിക്കുമ്പോൾ ഇല്ല ജോലി ഉണ്ടെന്ന് പറഞ്ഞു ഇരുന്ന ആളായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്ത സമയത്ത് മുതൽ എന്നും ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും എന്നും പോകുമായിരുന്നു. അത് നമുക്ക് മുടക്കാൻ പറ്റാത്തൊരു കാര്യം, നമ്മുടെ ജീവിത ദിനകൃത്യം പോലെ ആയിപ്പോയി. പിന്നെ കുടുംബ പ്രാർത്ഥനയാണെങ്കിലും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ കുടുംബത്താൽ കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. എല്ലാത്തിനും ഈശോ മാതാവും ഇന്ന് വരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. സറമ മാത്യു എന്ന ഈ സഹോദരിയും മകളും വ്യക്തിജീവിതത്തിൽ ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അമ്മ ആദ്യം സൂചിപ്പിച്ചത് ഏറെ വർഷങ്ങളായി ഒരു വീടിന് വേണ്ടി ആഗ്രഹിച്ച് അത് നടക്കാതെ ഇരുന്ന നാളുകളിലാണ് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടിയെടുത്ത് നിയോഗം സമർപ്പിച്ചതും ചുരുങ്ങിയ നാളുകൾ കൊണ്ട് 4 മാസം കൊണ്ട് ഒരു ഭവനം നിർമ്മിച്ചെടുക്കുവാൻ അമ്മ മാതാവ് അത്ഭുതകരമായി കുടുംബത്തെ അനുഗ്രഹിച്ചതിനാണ് നന്ദി സൂചിപ്പിച്ചത്.
രണ്ടാമത് ഉമിനീർ ഗ്രന്ഥിയിലുണ്ടായ കല്ല് വളർച്ച, അതേറെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ സഹോദരിക്ക് നൽകുകയും ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്ത വിഷയം അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ അത് പൂർണ്ണമായി നീങ്ങുകയും ഓപ്പറേഷൻ കൂടാതെ തന്നെ സൗഖ്യം നേടുന്നതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. മൂന്നാമത് വിദേശത്ത് പോകുവാൻ വേണ്ടി ആഗ്രഹിച്ച നാളുകളിൽ ആദ്യത്തെ ഒരു പരിശ്രമം പരാജയപ്പെട്ടു പോവുകയും അത് അവസാന നിമിഷം പരാജയപ്പെട്ടു പോവുകയും എന്നാൽ അതിലും മികച്ചത് അമ്മ മാതാവ് ഒരുക്കി നൽകിക്കൊണ്ട് ഇസ്രായേലിലേക്കുള്ള വിസ ഒരുക്കി കൊടുത്ത മകളെ അനുഗ്രഹിച്ച് സംരക്ഷിച്ചതിൻ്റെ സാക്ഷ്യമാണ് മൂന്നാമത് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഓരോ സാക്ഷ്യത്തിൻ്റെയും പ്രത്യേകത ജീവിതം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. അമ്മ ആ ഉമിനീറിൻ്റെ ഗ്രന്ഥികളിൽ കല്ല് വളർന്ന് ഓപ്പറേഷൻ വേണമെന്ന് പറയുന്ന നാളുകളേറെ ക്ലേശമനുഭവിച്ചൊരമ്മയാണ്. അപ്പോഴും വിശ്വാസത്തിൽ പതരാതെ അമ്മ മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പലരും ഓപ്പറേഷനിലേക്ക് സൂചിപ്പിക്കുമ്പോഴും അമ്മ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം തനിക്ക് സൗഖ്യത്തിനും ആരോഗ്യത്തിനും കാരണമാകും എന്ന പ്രത്യാശയിൽ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അത് സൗഖ്യത്തിന് കാരണമായതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ ഇൻ്റർവ്യൂ സമയത്ത് അവിടെ ഒരു വ്യക്തി മരിച്ചതുകൊണ്ട് അത് പെട്ടെന്ന് ഇൻ്ററപ്റ്റ് ആവുകയും പിന്നീട് അത് തുടർന്ന് മുന്നോട്ട് പോകാത്ത അവസ്ഥയിൽ ഏറെ നിരാശയോടുകൂടിയാണ് ആദ്യത്തെ ഒരു അനുഭവം മകൾക്ക് ലഭിക്കുന്നത്. ശരിക്കും ഒരു വഴി തുറന്നത് അടഞ്ഞു പോയതുപോലെ ആ പ്രതിസന്ധിയിലേക്കാണ് മകൾ ചെന്ന് വീണത്. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മകൾ പറയുന്നുണ്ട്, കൂടെയുള്ള കൂട്ടുകാർ അവിടെ ചെന്നിട്ട് അനുഭവിക്കുന്ന കഷ്ടതകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് മെച്ചപ്പെട്ടത് തരുവാൻ വേണ്ടി എൻ്റെ അമ്മ ഒരല്പം വൈകിയെങ്കിലും എനിക്ക് വേണ്ടി അനുവദിച്ച് നൽകിയെന്ന്. പ്രിയമുള്ളൊരു ഉടമ്പടി ജീവിതത്തിൽ ഈ പ്രതിസന്ധി വരിക എന്നത് ദൈവികമായ ഇടപെടലിൻ്റെ ഒരു അടയാളമായി കൂടി കാണുവാൻ നമുക്ക് സാധിക്കണം. ഉടമ്പടി ജീവിതം എപ്പോഴും ഇങ്ങനെ സ്മൂത്തായി പോകുമെന്ന് കരുതരുത്. ഉടമ്പടി ജീവിതത്തിൽ നാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാകും, കുദാശകൾ സ്വീകരിക്കുന്നവരാകും, വിശുദ്ധിയോടെ ജീവിക്കുന്നവരാകും, നന്മകൾ ചെയ്യുന്നവരാകും. പക്ഷേ എങ്കിലും നമ്മുടെ ജീവിതം വല്ലാതെ ഉലയുന്നത് നമുക്ക് പോലും മനസ്സിലാവാത്ത വിധം ഒത്തിരി സങ്കടങ്ങളുടെ വേലിയേറ്റം ജീവിതത്തിലേക്ക് ഇരച്ചു വരുന്നത് നമുക്ക് കാണാനാവും. ദൈവം നമ്മളെ കാണാത്തത് കൊണ്ടല്ല, ജോബിനെ പോലെ നിന്റെ വിശ്വാസത്തെ ഉരച്ചു നോക്കിയാൽ നീ എത്ര കണ്ട് വിശ്വസ്തതയുള്ളവനായി നിലനിൽക്കുമെന്ന് അളന്നു നോക്കുന്നതാണ്. ദൈവം നമ്മളെ ഉരച്ചു നോക്കുമ്പോൾ നാം പെട്ടെന്നത് ആളിപ്പോകേണ്ടവരല്ല, മറിച്ച് ഉറച്ചു നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപയുള്ളവരായി ജീവിക്കേണ്ടവരാണ്. ഉടമ്പടി ജീവിതം നമ്മളെ ഓരോ ദിവസവും ബലപ്പെടുത്തുന്നത്, എനിക്ക് നീ തീയോ വെള്ളമോ തരട്ടെ, ഞാൻ വെയിലത്തോ മഴയത്തോ നടക്കട്ടെ, ഞാൻ മരുഭൂമിയിലോ നീർച്ചാലിനരികെയോ ജീവിക്കട്ടെ, ഏതാണ് എൻ്റെ കാലാവസ്ഥയെങ്കിലും നിൻ്റെ സ്നേഹത്തിൽ നിന്ന്, നിൻ്റെ ബന്ധത്തിൽ നിന്ന്, നീ നൽകിയ രക്ഷയുടെ തിരിച്ചറിവിൽ നിന്ന്, നീ എനിക്ക് നൽകിയ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയിൽ നിന്ന് ഞാൻ പിന്നോട്ട് മാറില്ലെന്നാണ്. അതുകൊണ്ട് അനുഗ്രഹം കിട്ടുമ്പോൾ മാത്രം ദൈവത്തെ നന്ദി പറയുന്നവരാവരുത്. ക്ലേശകാലത്തിലും ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന ഉറപ്പോടുകൂടി ദൈവനാമത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്ലേശത്തിന് ആയുസ്സില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് മാത്രമേ ആയുസ്സുള്ളൂവെന്ന്. ആയുസ്സുള്ള അനുഗ്രഹം, ഐശ്വര്യം നിലനിൽക്കുന്ന ജീവിതം ദൈവം നമുക്ക് വെച്ചു നീട്ടുന്നത് ഉടമ്പടിയിൽ കാണുവാനാകും. നമുക്കറിയാമല്ലോ, അമ്മ മാതാവ് എത്ര കണ്ട് നിശബ്ദമായൊരു ജീവിതം, മകനൊപ്പം നിശബ്ദമായൊരു ജീവിതം വിശുദ്ധിയോടെ നയിച്ചിട്ടും ആ കാൽവരിക്കുന്നിൻ കീഴിൽ മകൻ വിണ്ടുകീറി ചോരയൊലിപ്പിച്ച് കിടക്കുമ്പോഴും പതറാതെ നിന്നതിന് കാരണം ആർക്ക് വാക്ക് കൊടുത്തോ, ആരുടെ വാക്ക് കേട്ടോ, ആ വാക്കിന് വിലയും ആ വിലയ്ക്ക് സത്യവുമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അമ്മയുടെ കരം പിടിക്കുമ്പോൾ എന്നും ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഇടയ്ക്കെനിക്ക് ജീവിതത്തിൽ ഉലച്ചിൽ വന്നാലും ഞാൻ ഉടഞ്ഞു പോവില്ല, മറിച്ച് എൻ്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പ്രതിസന്ധിയും ദൈവം എടുത്തു മാറ്റിയ അനുഗ്രഹത്തിൻ്റെ ദിവസം എനിക്ക് വേണ്ടി ഒരുക്കി വയ്ക്കും എന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുമെന്ന് അമ്മ കരം പിടിച്ചെങ്കിൽ ഒന്നിനെയും ഭയപ്പെടരുത്. ഇപ്പോഴെന്താണോ ജീവിതത്തിൻ്റെ അവസ്ഥ, അതിൽ നാം ആഗ്രഹിക്കുന്നത് എന്താണോ, ആഗ്രഹിക്കുന്ന നന്മയിലേക്ക് അമ്മ തിരുക്കുമാരനോട് പറഞ്ഞ് നമ്മുടെ ജീവിതം തീരത്തണയിക്കും. അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമുക്കെപ്പോഴും പ്രാർത്ഥിക്കണം. പ്രതിസന്ധിയിൽ ഉലയാതിരിക്കുവാൻ വേണ്ടി എന്നും ദൈവശരണത്തോടു കൂടി ജീവിക്കണം. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്